മൂല കാരണത്തെ അപ്രത്യക്ഷമാക്കാൻ കഴിവുള്ളൊരു ദൈവമുണ്ട്. എൻ്റെ പ്രശ്നത്തിൻ്റെ പ്രോബ്ലത്തിൻ്റെ റൂട്ടാണ് വാനിഷ് ചെയ്യിക്കാൻ കഴിവുള്ളൊരു ദൈവമുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇന്ന് പകല് ഈ ദൈവത്തെ സ്തോത്രം, ഗ്രേസിക്ക് നടുവിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടല്ലോ. ചിലപ്പോൾ കയ്യില്ല, ചിലപ്പോൾ കാലില്ല, ചിലപ്പോൾ ഇവിടെയൊക്കെ. ഈ വേദന ഇവിടെയൊന്നും അല്ല, വേദനയുടെ ഉറവിടം ഒരു സ്ഥലമുണ്ട്. അവിടെ നിന്നാണ് ഇത് വരുന്നത്. നമുക്ക് തോന്നുന്നത് കാലിൻ്റെ മുട്ടിലും കൈയുടെ മുട്ടിലും തലയുടെ മുട്ടിലുമാണ്. അതുപോലെ തന്നെ പ്രൈസ് ഗോഡ്, നിന്നെ വേദനിപ്പിക്കുന്ന വിഷയങ്ങൾ ചിലർക്ക് സമ്പത്തിൽ കിടക്കുക, ചിലർക്ക് കുടുംബത്തിൽ കിടക്കുക, ചിലർക്ക് പിള്ളേരിൽ കിടക്കുക, ചിലർക്ക് ജോലിയിൽ കിടക്കുക, ചിലർ വിഷയത്തിൽ കിടക്കുക, ചിലർ ബിസിനസ്സിൽ കിടക്കുക, ചിലരുടെ യാത്രയിൽ കിടക്കുക. പക്ഷേ പ്രൈസ് ഗോഡ്, അവിടെ ഇത് ഫീൽ ചെയ്യുന്നേ ഉള്ളൂ. ഒറിജിനൽ സോഴ്സ് കിടക്കുന്നത് വേറെ വല്ലയിടത്തുമായിരിക്കും. എന്നാൽ ഒരു കാര്യം എനിക്കറിയാം, എൻ്റെ കർത്താവ് സോഴ്സിൽ തൊട്ട് കഴിയുമ്പോൾ ഇതെല്ലാം അപ്രത്യക്ഷമാകും. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി, ദൈവകൃപയുടെ ശക്തി, കർത്താവേ ഞങ്ങളുടെ ചില സോഴ്സിൽ തൊടണമേ. ആമേൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞങ്ങൾ കൗൺസിലിംഗ് ഇരുന്നപ്പോൾ ഒരു കൊച്ചിനെ കൗൺസിലിങ്ങിൽ കൊണ്ടുവന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നല്ല മാർക്ക് മേടിച്ചിരുന്ന കൊച്ചാണ്. പക്ഷേ ഇപ്പം പ്രൈസ് ഗോഡ് കണക്കിനില്ല, സയൻസിനില്ല, ഇംഗ്ലീഷിനില്ല, മലയാളത്തിലില്ല, 7 വിഷയത്തിന് മാർക്കില്ല. പ്രൈസ് ഗോഡ്. എന്നാന്ന് ഇവർ നോക്കിയിട്ട് രക്ഷയില്ല, മനസ്സിലാകുന്നില്ല. ട്യൂഷന് വിടുന്നുണ്ട്, തള്ള വീട്ടിൽ കൂടുതൽ പഠിപ്പിക്കാൻ തുടങ്ങി. എന്ത് ചെയ്തിട്ടും കൊച്ചിൻ്റെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യുന്നില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പക്ഷേ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഈ കുഞ്ഞ് ക്ലാസ്സിൽ എവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. അപ്പോൾ അവർ പറഞ്ഞു, മുമ്പൊക്കെ മുമ്പിലായിരുന്നിരുന്നത്, ഇപ്പോൾ അവൻ പുറകോട്ട് കയറിയിരിക്കുകയെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ലോർഡ്. അവർ വിചാരിച്ചതും സാറ് വിചാരിച്ചതും അവർ വിചാരിച്ചതെല്ലാം പഠിക്കാനുള്ള മടി കാരണം പഠിത്തത്തിൽ പുറകോട്ട് പോയപ്പോൾ ഇവൻ പുറകോട്ട് പോയെന്നാണ്. പ്രൈസ് ഗോഡ്. ഞാൻ ചോദിച്ചു, പ്രൈസ് ഗോഡ്, ഇവൻ്റെ കണ്ണൊന്ന് ടെസ്റ്റ് ചെയ്യിക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. ഇവർ കണ്ണ് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായത്, ഇവൻ്റെ കണ്ണിന് കാഴ്ച കുറഞ്ഞ് ഷോർട്ട് സൈറ്റ് വന്ന് ഒട്ടും വായിക്കാൻ വയ്യാത്തൊരവസ്ഥയിലായിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവന് വായിക്കാനുള്ള ഇൻട്രസ്റ്റ് പോയി, അവൻ ആർക്കും മനസ്സിലായില്ല. പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് പോയി, ബോർഡ് എഴുതിയാൽ മനസ്സിലാകത്തില്ല, അവൻ പുസ്തകത്തിലിരുന്നാൽ മനസ്സിലാകത്തില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവർ കണ്ണട അങ്ങോട്ട് മാറ്റി വെച്ചു. 7 വിഷയത്തിന് പഴയ പോലെ മാർക്ക്. ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം. ഏത് വിഷയത്തിലാണ് പ്രശ്നമെന്നുള്ളത് കാരണമല്ല. കണ്ണട മാറ്റിയാൽ 7 വിഷയത്തിന് മറുപടി കിട്ടുന്നത് പോലെ ചിലത് മാറ്റിയാൽ ഒരൊറ്റ വിഷയത്തെ തൊട്ടാൽ മതി, ഒറ്റ കാര്യത്തെ തൊട്ടാൽ മതി. ദൈവത്തിൻ്റെ വചനം ആ മൂല വിഷയത്തിൽ തൊട്ടാൽ മതി. മാറും മാറും മാറും. ഒരു മാറ്റം നിശ്ചയമാണ്. ഇന്ന് നമുക്ക് വേണ്ടത് ആ മാറ്റമാണ് വേണ്ടത്. ആ മാറ്റം വേണമെങ്കിൽ അതിൻ്റെ സെൻറ്റർ പോയിൻ്റ്, ഫോക്കസ് എവിടെയാണോ അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൊടണം. അതിന് നമ്മൾ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കണം. ഇന്നത്തെ സങ്കീർത്തനത്തിൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം, ഹല്ലേലൂയ, 17 വാക്യങ്ങളുള്ള ഈ സങ്കീർത്തനത്തിൻ്റെ കാതലായ കുറിവാക്യം ഏതെന്ന് ചോദിച്ചാൽ അത് 12-ാം വാക്യമാണ്. 12-ാം വാക്യം. സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു, മേൽപ്പെട്ട് നോക്കുവാൻ കഴിയാതെ വണ്ണം എൻ്റെ അകൃത്യങ്ങൾ എന്നെ എത്തിപ്പിടിച്ചിരിക്കുന്നു. അവ എൻ്റെ തലയിലെ രോമങ്ങളിലും അധികം. ഞാൻ ധൈര്യഹീനനായി തീർന്നിരിക്കുന്നു. അതിൻ്റെ അവസാനത്തെ ക്ലോസ് ആണ് കീ വിഷയം. എന്തുവാ? ഞാൻ ധൈര്യഹീനനായി തീർന്നിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഞാൻ ധൈര്യഹീനയായി തീർന്നിരിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ എൻ്റെ ധൈര്യം പോയി. മുമ്പ് എനിക്കൊരു നിശ്ചയം ഉണ്ടായിരുന്നു, ഇതിനേക്കാൾ വലിയ പ്രശ്നമൊക്കെ വന്നപ്പോൾ എനിക്ക് ധൈര്യമായിട്ട് നിൽക്കാൻ സാധിച്ചു. പക്ഷേ ഈ ഒരു കൊച്ചു പ്രശ്നത്തിന് മുമ്പിൽ എൻ്റെ ധൈര്യം പോയി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇതാണ് കാതലായ വിഷയം. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഒരു മുഴ ഒരാളുടെ ശരീരത്തിൽ വന്നെന്ന് വിചാരിക്കട്ടെ. ഇത് കാണുമ്പോൾ പുള്ളിക്ക് അങ്കലാപ്പ് കൂടും. എന്തോ അങ്കലാപ്പെന്നറിയാമോ? ഇത് കുഴപ്പമുള്ള മുഴയാണോ? പ്രൈസ് ഗോഡ്. ഇത് പ്രശ്നമുള്ള മുഴയാണോ? അങ്കലാപ്പ് കൂടും, ഭയങ്കര ബുദ്ധിമുട്ടാവും. പ്രൈസ് ഗോഡ്. ഒടുക്കം പുള്ളി ചില തീരുമാനത്തിൽ അറിയാതെ എത്തും, ഇത് കുഴപ്പമുള്ളതാണ്, ഇത് പ്രശ്നമുള്ളതാണ്. അതോടെ ധൈര്യം അങ്ങോട്ട് പോകും. പക്ഷേ പ്രൈസ് ഗോഡ്, സ്കാൻ ചെയ്ത് ബയോപ്സി എടുത്ത് ദൈവത്തിന് സ്തോത്രം, റിപ്പോർട്ട് വന്നു, ഇത് പേടിക്കേണ്ട മുഴയല്ല. പ്രൈസ് ഗോഡ്. ഇതൊരു കുഴപ്പമുള്ള മുഴയല്ല,
ഒന്നല്ലെങ്കിൽ ഇത് തന്നെ വറ്റിപ്പോകും, അല്ലെങ്കിൽ ചുമ്മാ ചെറിയൊരു ഓപ്പറേഷൻ മതി, ഇതങ്ങോട്ട് പോകുമെന്നറിയുമ്പോൾ നഷ്ടപ്പെട്ട ധൈര്യം തിരിച്ചു കിട്ടും. പ്രൈസ് ഗോഡ്. ഞാൻ ചോദിക്കുന്നത്, ഒരു സ്കാൻ റിപ്പോർട്ട് കണ്ടാൽ, ഒരു ബയോപ്സി റിപ്പോർട്ട് കണ്ടാൽ നഷ്ടപ്പെട്ട, ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ, ധൈര്യം തിരിച്ചു കിട്ടുമെങ്കിൽ ഈ ജീവൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒരു റിപ്പോർട്ട് കണ്ടാൽ, നിനക്ക് വേണ്ടി എഴുതിയിരിക്കുന്നത്, നിൻ്റെ കുടുംബത്തിന് വേണ്ടി എഴുതിയിരിക്കുന്നത്, നിൻ്റെ പ്രശ്നത്തിന് വേണ്ടി എഴുതിയിരിക്കുന്നത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്ന ഒരു റിപ്പോർട്ട് കണ്ടാൽ നഷ്ടപ്പെട്ട ധൈര്യം തിരിച്ചു കിട്ടണ്ടേ? മനുഷ്യൻ്റെ വാക്കുകളും മനുഷ്യൻ്റെ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ റിസൾട്ടുകളും ധൈര്യപ്പെടുത്തുന്നതിനേക്കാൾ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയട്ടെ, ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ വാക്യങ്ങളും എന്നെ ഇന്നിനെയും ധൈര്യപ്പെടുത്താൻ മതിയായതാണ്. ഇന്ന് പകല് ധൈര്യഹീനനായി തീർന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് സ്തോത്രം. പിന്നെയും പേടിച്ചിരിക്കാനല്ല, ഈ പേടി മാറ്റി ഇന്ന് നമുക്ക് ഇവിടെ നിന്ന് പോകണം. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഈ പേടിയുടെ ഏറ്റവും വലിയ വിഷയം ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മളെ പേടിപ്പിക്കുന്ന വിഷയം ഇതിങ്ങനെ പോയാൽ എവിടെ ചെന്ന് അവസാനിക്കും. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, നീ ദൈവത്താൽ വിളിക്കപ്പെട്ടവനാണോ? ദൈവത്തിന് സ്തോത്രം. ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ടോ? നീ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ വചനം പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് ഇത് ദോഷത്തിനല്ല, ഇത് കഷ്ടത്തിനല്ല, ഇത് നഷ്ടത്തിനല്ല, ഇത് നന്മയ്ക്കായി കൂട്ടി വ്യാപരിപ്പിക്കാൻ കഴിവുള്ള ഒരു ദൈവമാണ് നിന്നെ അറിയുന്ന ദൈവമെന്ന് മനസ്സിലാക്കിയാൽ ഇന്ന് പകൽക്കാലം ദുഃഖത്തിനും വേദനയ്ക്കും, ദുഃഖത്തിനും ഭാരത്തിനും കഷ്ടത്തിനും പ്രതികൂലത്തിനുമായി നിൽക്കുന്ന വിഷയങ്ങൾ എനിക്കെന്റെ ദൈവം നന്മയ്ക്കാക്കി തീർക്കുമെന്ന് വിശ്വസിക്കാൻ സാധിച്ചാൽ വ്യത്യാസം വരും. അത് വിശ്വാസത്താൽ വ്യാപരിക്കണം. ബ്ലൈൻഡ് ഫെയ്ത്ത് അല്ല, നമ്മൾ കേൾക്കുന്ന വചനത്തിൽ നിന്ന് ആ വിശ്വാസം എക്സ്ട്രാക്ട് ചെയ്യണം. എന്നിട്ട് ആ വ്യാപരിക്കുന്ന വിശ്വാസത്താൽ നമ്മൾ ദൈവസന്നിധിയിൽ ഏറ്റെടുക്കണം. പ്രൈസ് ഗോഡ്. അപ്പം നമ്മുടെ പാർട്ട് എന്താണ്? കേൾക്കുന്ന വചനം ഏറ്റെടുക്കുക, കേൾക്കുന്ന വചനം വിശ്വസിക്കുക. എന്നിട്ട് ആ വചനം വിശ്വസിച്ച് എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് ഇന്നത്തെ സങ്കീർത്തനത്തിൽ നിന്ന് പെട്ടെന്ന് ഞാൻ ഓർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. എൻ്റെ ധൈര്യം ഞാൻ കെട്ടിരിക്കുന്നു എന്ന് തോന്നുമ്പോൾ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. ഒന്ന്, നിൻ്റെ വിഷയങ്ങളെ എടുത്തിട്ട്, നിൻ്റെ ജീവിതത്തെ എടുത്തിട്ട്, പാസ്റ്റുമുണ്ട്, പ്രസൻറ്റുമുണ്ട്, ഫ്യൂച്ചറുമുണ്ട്. ഇത് 3 തലത്തിൽ ജീവിതത്തെ വിശകലനം ചെയ്യണം. പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. പാസ്റ്റിലേക്ക് നോക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ദൈവം നിന്നെ സഹായിച്ച് ജയം തന്ന വിഷയങ്ങളെ ധ്യാനിക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം എനിക്ക് ജയം തന്ന വിഷയങ്ങളെ ധ്യാനിക്കണം. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ദൈവത്തെ സ്തോത്രം. എളുപ്പം മനസ്സിലാകാൻ വേണ്ടി വേദപുസ്തകം നമുക്ക് അറിയാവുന്നൊരു ഭാഗം ഞാൻ ഓർപ്പിച്ചിട്ട് എങ്ങനെയാണെന്ന് പറയാം. പ്രൈസ് ഗോഡ്. ദാവീദ് ശൗലിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഗോലിയാത്തിനെ നേരിടുന്ന കാര്യം പറയുമ്പോൾ ദാവീദ് ആ പ്രസൻറ്റ് പ്രോബ്ലത്തെ ഗോലിയാത്തിനെ കണ്ടിട്ട് പറയുകയാണ്, പാസ്റ്റിലേക്ക് നോക്കി, എന്നിട്ട് പറഞ്ഞു, ഒരിക്കലൊരു സിംഹം ഒരു കരടിയും എൻ്റെ നേരെ വന്നു, ഞാനതിനെ കൈകാര്യം ചെയ്തു. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ഫ്യൂച്ചറിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ ഇവനെയും കൈകാര്യം ചെയ്യും. ഇതാണ് പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും ദൈവകൃപയിൽ അപ്ലൈ ചെയ്യുന്ന മെത്തേഡ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ പല പ്രാവശ്യം സഭയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. പക്ഷെ പലപ്പോഴും നമ്മളതങ്ങ് പ്രാക്ടിക്കലാക്കാൻ സാധിക്കാതെ പോകുന്നു. പ്രൈസ് ഗോഡ്. അപ്പോൾ ഇന്ന് പുറകോട്ട് തിരിഞ്ഞ് നോക്കിയിട്ട് ദൈവത്തിൻ്റെ സ്തോത്രം, ഒരു സിംഹത്തെ, ഒരു കരടിയെ എനിക്ക് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞത് ഓർത്തിട്ട്, അങ്ങനെയാണെങ്കിൽ അതേ ദൈവത്തിൻ്റെ കൃപയുടെ ശക്തിയാൽ ഞാൻ ഇതിനെയും കൈകാര്യം ചെയ്യും എന്നൊരു ഉറപ്പ് വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. നിന്നെക്കൊണ്ട് അത് സാധിപ്പിക്കത്തക്കവണ്ണം ദൈവം നിനക്ക് വേണ്ട ഉന്നം തരും. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ദാവീദ് എങ്ങനെ ഇത് സാധിച്ചത്? യേശുവിൻ്റെ നാമത്തിൽ പോ പിശാചേ, പോ ഗോലിയാത്തേ എന്ന് പറഞ്ഞ് മിണ്ടാതെ നിന്നതല്ല ചെയ്തത്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഞാൻ നിൻ്റെ നാമത്തിൽ വരുന്നു. എന്തിനാണെന്നറിയാമോ? നിന്നെ തറ പറ്റിക്കാൻ.
പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എങ്ങനെ തരം പറ്റിക്കാൻ? എൻ്റെ ദൈവം എനിക്ക് തന്നിട്ടുള്ള ആയുധങ്ങൾ, എൻ്റെ ദൈവം എനിക്ക് തന്നിട്ടുള്ള കൃപകൾ, എൻ്റെ ദൈവം എനിക്ക് തന്നിട്ടുള്ള അഭിഷേകം, ഇങ്ങനെയുള്ള ദൈവത്തിൽ ഞാൻ പ്രാപിച്ച എൻ്റെ സ്വന്തമായിട്ടുള്ള ചിലത് നിന്റെ നേരെ ഞാൻ പ്രയോഗിക്കാൻ പോവുകയാണ്. ഇനി ഇത് ദൈവശക്തിയായി വ്യാപരിച്ച് ഗോലിയാത്തെ നിന്റെ നെറ്റിക്ക് പതിഞ്ഞ് നീ കമന്ന് വീഴുന്നത് പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവകൃപയിൽ ഞാൻ കാണാൻ പോകുകയാണ്. പ്രൈസ് ഗോഡ്. അപ്പോൾ അതിനകത്ത് ദാവീദിന് മാത്രം ഒരു കാര്യം അറിയാം. ഞാൻ ചോദിക്കട്ടെ, നെറ്റിയിൽ വന്ന് വല്ലതും കൊണ്ടാൽ എങ്ങനെ മലന്ന് വീഴോ കമന്ന് വീഴോ? സാധാരണഗതിയിൽ മലന്നേ വീഴത്തുള്ളൂ. നെറ്റിയിൽ വന്ന് വല്ലതും കൊണ്ടതാണെങ്കിൽ വേദവചനം വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു, ദാവീദ് എറിഞ്ഞ കല്ല് അവൻ്റെ നെറ്റിയിൽ പതിഞ്ഞു. ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്. ആ നിമിഷത്തിൽ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ വിചാരിക്കുന്നില്ല ആ ഗോലിയാത്ത് അപ്പം തന്നെ ചത്തെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഗോലിയാത്തിന് ഈ നെറ്റിയിൽ വന്ന് കല്ല് പതിഞ്ഞപ്പോൾ ഒരു നിമിഷ നേരത്തേക്ക് ഒരു ബ്ലാക്ക് ഔട്ട് ഉണ്ടായി കാണും. ഒരു സെക്കൻഡ് നേരത്തേക്ക് ബ്ലാക്ക് ഔട്ട് വന്നു. ഇങ്ങനെ ആ ബ്ലാക്ക് ഔട്ടിൽ നിൽക്കുന്ന സമയത്ത് തമ്പുരാൻ എന്തെന്നറിയാമോ? പുറകിൽ ഒരൊറ്റ തള്ളും കൊടുത്തു. ഹല്ലേലൂയ. നിന്റെ ശത്രു ബ്ലാക്ക് ഔട്ട് ആകുന്ന സമയം നിന്റെ ദൈവം പ്രവർത്തിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒരൊറ്റ തള്ള് ഗോലിയാത്ത് കമന്ന് താഴെ വീണു. ആമേൻ. എന്നാൽ ഗോലിയാത്ത് ശരിക്കും ചത്തത് എപ്പോഴെന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, ദാവീദ് ഓടി അവൻ്റെ പുറത്ത് കയറി നിന്ന് അവൻ്റെ വാള് വലിച്ചൂരി രണ്ട് കൈയും കൂട്ടി ആ വലിയ വാൾ ഉപയോഗിച്ച് അവൻ്റെ വലിയ തല ഒരൊറ്റ വെട്ടിന് രണ്ട് കഷ്ണമായതോടെ ഗോലിയാത്തിന്റെ കാത്ത തീർന്നു. നിന്റെ കൈകൊണ്ട് തന്നെ നിന്റെ ശത്രുവിന്റെ പരിപാടി അവസാനിപ്പിക്കത്തക്കവണ്ണം അഭിഷേകം തരാൻ കഴിവുള്ള ദൈവമാണ് ഈ ദൈവം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നിന്നെ സഹായിക്കുന്ന ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ആമേൻ, ഹല്ലേലൂയ, എന്റെ വിഷയത്തെ ഞാൻ കൈകാര്യം ചെയ്യുമെന്ന് പറയുന്ന നിമിഷത്തിൽ നിന്റെ ധൈര്യം നിനക്ക് മടങ്ങി വരും. ആമേൻ. ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഗോലിയാത്തിനെ തകർക്കുവാൻ ദാവീദ് ഉപയോഗിച്ച അതേ കാര്യങ്ങൾ ഈ കാലത്ത് ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമുക്കൊരു ചെറിയ വിശ്വാസം ഉണ്ടാകണം. ദൈവത്തിന് സ്തോത്രം. ഈ വിഷയത്തിന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ എനിക്കൊരു മാറ്റം ഉണ്ടാകും. പ്രൈസ് ഗോഡ്. ഞാനൊരു സത്യം നിങ്ങളോട് പറയാം. കാലം വല്ലാത്ത അനുഭവത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടുകാരോടും വീട്ടുകാരോടും സഭയിലുള്ളവരോടും ടവറിലും ആമേൻ, പ്രൈസ് ഗോഡ്, ഒക്കെ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിപ്പിച്ച് കാര്യം കാണാനുള്ള സമയമല്ല ഇത്. നിന്റെ വിഷയത്തിൻ്റെ മുമ്പിൽ നീ തന്നെ മുട്ടുമടക്കി, നീ തന്നെ പ്രാർത്ഥിച്ച്, നീ തന്നെ ഉപവസിച്ച് നിന്റെ വിഷയത്തിന് പരിഹാരം എടുക്കാൻ പഠിച്ചാലത്തെ ഗുണമെന്നറിയാമോ? ഏത് വിഷയം എവിടെ വെച്ച് വന്നാലും ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ആരെയും വിളിച്ചു പറയണ്ട, നീ അങ്ങ് മുട്ടുകുത്തും. പ്രൈസ് ഗോഡ്. പർവ്വതത്തിന്റെ മുകളിലായാലും നീ മുട്ടുകുത്തും, താഴ്വരയിലായാലും നീ മുട്ടുകുത്തും, റോഡിന്റെ നടുക്കായാലും നീ മുട്ടുകുത്തും. നിനക്കൊരു കാര്യം അറിയാം, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവം ജീവിക്കുന്നു. പ്രൈസ് ഗോഡ്. ഓളിയും കൂടുതലാണെങ്കിൽ ഇത് കുറയ്ക്കാട്ടോ സച്ചിൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന സ്വർഗത്തിലെ ദൈവം ജീവിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ രക്ഷിക്കപ്പെട്ട നാൾ മുതൽ എന്നെ നിലനിർത്തുന്ന ഒരു നിശ്ചയം എന്നറിയാമോ? ഞാൻ മുട്ടുമടക്കി പ്രാർത്ഥിച്ചാൽ സ്വർഗം തുറക്കും, സ്വർഗം കേൾക്കും. ഈ ഒരു ഉറപ്പ് ഇന്ന് പകൽക്കാലം നിനക്ക് വ്യക്തിപരമായ ഉറപ്പുണ്ടോ? ഞാൻ മുട്ടുമടക്കി ഞാൻ പ്രാർത്ഥിച്ചാൽ കേൾക്കുന്നൊരു ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. വിളിച്ചാലും കേൾക്കാത്ത, കണ്ണുണ്ടെങ്കിലും കാണാത്ത, മൂക്കുണ്ടെങ്കിലും മണക്കാത്ത, വായുണ്ടെങ്കിലും സംസാരിക്കാത്ത, ചെവിയുണ്ടെങ്കിലും കേൾക്കാത്ത, കാലുണ്ടെങ്കിലും നടക്കാത്തൊരു ദൈവത്തെ അല്ല ഞാൻ വിളിച്ചാൽ വെളിപ്പുറത്ത് വരുന്ന ദൈവം. ഈ ഒരു ബന്ധം വ്യക്തിപരമായി നമ്മൾ ഈ ദൈവമായിട്ട് ഉണ്ടാക്കണം. പ്രൈസ് ഗോഡ്. അങ്ങനെ വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഒരു പ്രതികൂലം വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു ദുഃഖം വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം, മിസ് കോൾ കൊടുക്കാൻ നിൽക്കണ്ട, പ്രൈസ് ഗോഡ്, ഫുൾ കോളും കൊടുക്കാൻ നിൽക്കണ്ട, ലാൻഡ് ഫോണിലും വിളിക്കണ്ട, മൊബൈലിലും വിളിക്കണ്ട. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. ഇൻ്റർനെറ്റിൽ കൂടെയും വിടണ്ട. ദൈവത്തിന് സ്തോത്രം. ഇതിനേക്കാളെല്ലാം ഫാസ്റ്റസ്റ്റായിട്ട് പോകുന്ന ഒരു മെസ്സേജ് സർവീസ് നിൻ്റെ കയ്യിലുണ്ട്. നീ അവിടെ നിന്നുകൊണ്ട് പ്രൈസ്, എല്ലായിടത്തും ചിലപ്പോൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ഗോഡ്. എന്നാലൊരു കാര്യം പറയാം, നീ ആ നിൽക്കുന്ന നിൽപ്പിൽ നിന്നുകൊണ്ട് എൻ്റെ ദൈവമേ എന്ന് ഒരൊറ്റ വിളി വിളിച്ചാൽ, ആ ഒരൊറ്റ വിളിയുടെ പുറത്ത് നീ നിൽക്കുന്ന സ്ഥാനത്ത് നിന്റെ വിഷയം കൈകാര്യം ചെയ്യാൻ വേണ്ടി ഇറങ്ങി വരുന്ന ദൈവമുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് വിശ്വസിക്ക്, നിനക്ക് വേണ്ടി ദൈവശക്തി ഇറങ്ങി വരുന്നൊരു ദിവസമായി ഇത് മാറട്ടെ. പ്രൈസ് ഗോഡ്. എന്നെ ഭയങ്കരമായിട്ട് സന്തോഷിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഹിസ്കിയാവ്. ഹല്ലേലൂയ. കാരണം ദൈവത്തിൻ്റെ സ്തോത്രം, കൊട്ടാരം പ്രവാചകൻ യെശയ്യാവ്
ദൈവത്തിന് സ്തോത്രം. പറഞ്ഞാൽ പറഞ്ഞതുപോലെ ഒരു മാറ്റവുമില്ലാതെ സംഭവിക്കുന്ന കൊട്ടാരത്തിലെ ഏറ്റവും വലിയ ഇസ്രായേൽ മക്കൾ ഏറ്റവും വിലമതിക്കുന്ന ഇന്നും വിലമതിക്കുന്ന പ്രവാചകനാണ്, നമ്മളും വിലമതിക്കുന്ന പ്രവാചകനാണ് യെശയ്യാവ്. യെശയ്യാവ് വന്നിട്ട് നേരിട്ട് എസ്കിയാവിനോട് പറഞ്ഞു, എസ്കിയാവേ, നീ നിൻ്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇത് കേട്ട് ദൈവത്തിന് സ്തോത്രം, ആളുകളെ വിളിച്ചുകൂട്ടി ഉടനെ ഒരു ഉപവാസ പ്രാർത്ഥന അറേഞ്ച് ചെയ്യാൻ ഹിസ്കിയാവ് പറഞ്ഞില്ല, യെശയ്യാവിനോട് പറഞ്ഞില്ല. യെശയ്യാവിനെ പലവട്ടം പ്രാർത്ഥനയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അശൂർപാളയം വന്ന് വളഞ്ഞു കിടക്കുമ്പോൾ ആളുകളെ അയച്ചത് യെശയ്യാവിൻ്റെ അടുക്കിലേക്കാണ്. അതിന് ഫലവും കിട്ടി. യെശയ്യാവ് പ്രാർത്ഥിച്ചു. അന്ന് രാത്രി അശൂർപാളയത്തിലൊരു ദൂതൻ വന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 1,85,000 പേരെ സംഹരിച്ചു. അപ്പം ഈ യെശയ്യാവിനെ കുറിച്ച് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് ഹിസ്കിയാവിന്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പക്ഷേ യെശയ്യാവിനോട് പറഞ്ഞില്ല, പ്രവാചക ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകും. ഞാൻ ചിലയിടത്തൊക്കെ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പം, ചിലർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പം ചിലർ ചെയ്യുന്ന പരിപാടിയുണ്ട്, നമ്മുടെ ഈ കൈ അങ്ങോട്ട് പിടിച്ച് വെച്ച് തന്നെത്താൻ്റെ തലയിലോട്ട് വയ്ക്കും. ചിലർ നമ്മൾ വെറുതെ നിൽക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, പക്ഷേ കൈ അങ്ങ് പിടിച്ച് തന്നെത്താൻ എടുത്ത് തലയിട്ട് വയ്ക്കും. നമ്മളൊക്കെ ആണെങ്കിൽ യെശയ്യാവിനെ വിടത്തില്ല. യെശയ്യാവിനെ കൊണ്ട് തല തൊട്ട് കാല് വരെ ഒന്ന് തടകി, യെശയ്യാവെ ശരിക്ക് ശാസിക്കുക എന്ന് പറഞ്ഞേനെ. പ്രൈസ് ഗോഡ്. യെശയ്യാവ് ഒന്നും അനങ്ങിയില്ല. പ്രൈസ് ഗോഡ്. യെശയ്യാവ് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പം ആ നിമിഷത്തിൽ യെശയ്യാവ് എന്തെന്നറിയാമോ? അവിടെ എഴുതിക്കുന്നത് ഇങ്ങനെയാണ്, തൻ്റെ മുഖം ചുവരിനോട് തിരിച്ചു. ഹല്ലേലൂയ. അവിടെ കിടന്ന് കരഞ്ഞുകൊണ്ട് 2-3 വാചകം ദൈവത്തോട് പറഞ്ഞു. പ്രൈസ് ഗോഡ്. ആ വാക്യം ഒന്നെടുത്ത് 38 യെശയ്യാ പ്രവചനം 2-ാം വാക്യം. അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിന്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു, അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. എന്നാൽ ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. കാരണം എന്തറിയാമോ? ദൈവത്തിന് സ്തോത്രം. അശൂർ രാജാക്കന്മാർ വന്നാൽ യെശയ്യാവിനോട് പറഞ്ഞാൽ മതി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യുദ്ധം വന്നാൽ യെശയ്യാവിനോട് പറഞ്ഞാൽ മതി. ആമേൻ. നാട്ടിലൊരു പ്രശ്നമുണ്ടെങ്കിൽ യെശയ്യാവിനോട് പറഞ്ഞാൽ മതി, അവൻ പ്രാർത്ഥിച്ചാൽ മറുപടി കിട്ടും. പക്ഷേ എൻ്റെ അകത്ത് പ്രശ്നം വന്നാൽ യെശയ്യാവ് പ്രാർത്ഥിച്ചാൽ കിട്ടത്തില്ല, ഞാൻ പ്രാർത്ഥിച്ചാലേ കിട്ടത്തുള്ളൂ. ഇന്ന് പകൽ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആരെയും കൂട്ടിന് പിടിക്കണ്ട, ആരെയും പ്രാർത്ഥിക്കാൻ വിളിക്കണ്ട, ആരോട് പറയാൻ പോകണ്ട. നിനക്ക് നിന്റെ വിഷയത്തിന് മറുപടി തരാൻ കഴിവുള്ളൊരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കി ഇന്ന് പകല്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, അവങ്കിലേക്കൊന്ന് തിരിയാൻ മനസ്സുണ്ടെങ്കിൽ ഇന്ന് രാത്രി, ഇന്ന് ഈ ദിവസത്തിൽ തന്നെ, ഈ നിമിഷത്തിൽ തന്നെ സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു, ഇടപെടും. ഇതൊക്കെ അങ്ങ് വെളിപ്പെടാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ, ഒരു വലിയ നിശ്ചയം തരുമാറാകണമേ. നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്, യെശയ്യാവ് ഇത് പറഞ്ഞിട്ട് നടുമുറ്റം വിട്ടു പോകുന്നതിന് മുമ്പ്, മുറിയിൽ നിന്നിറങ്ങി മിറ്റത്ത് പകുതി എത്തുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി. നീ ചെന്ന് യെശയ്യാവിനോട് പറ, നിൻ്റെ രോഗം മാമന് സൗഖ്യമാകും, നിൻ്റെ ആയുസ്സിനോട് 15 വർഷം ഞാൻ കൂട്ടിയിരിക്കുകയാണ്. ദൈവമക്കളെ, 2-3 സെൻറ്റൻസായിട്ട് പ്രാർത്ഥിച്ചപ്പോൾ 15 വർഷം. അങ്ങനെയാണെങ്കിൽ ഒരു വാക്യത്തിന് 5 വർഷം വെച്ച് കിട്ടുകയാണെങ്കിൽ നിൻ്റെ പ്രാർത്ഥനയുടെ ദൈർഘ്യമെന്ന് ആലോചിച്ച് നോക്കിയേ. എത്ര വാചകങ്ങൾ പ്രാർത്ഥിച്ചു, എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചു. മറുപടി നിനക്ക് ദീർഘമാക്കി തരുവാൻ കഴിവുള്ള ദൈവകൃപയുടെ വ്യാപാരം ഇന്നും എനിക്ക് ഉണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അപ്പം അങ്ങനെ വ്യക്തിപരമായ ഒരു അനുഭവം ദൈവവുമായിട്ട് പ്രാപിക്കാൻ കഴിഞ്ഞ നാളുകളിൽ സാധിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് അതിന് ഒരു തുടക്കമിടണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. മാത്രമല്ല, ധൈര്യം കെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം, ഏതെങ്കിലും വിഷയത്തിൽ പേടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വേറെ ഒന്നുമല്ല, ദൈവത്തെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാടിന് മങ്ങൽ പറ്റി. എന്നാൽ ആ കാഴ്ചപ്പാട് പുതുക്കി കഴിയുമ്പോൾ, ആ കാഴ്ചപ്പാടിൽ ഒന്നുകൂടെ ഉറച്ചു കഴിയുമ്പോൾ, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, നമുക്ക് ധൈര്യം തിരിച്ചു കിട്ടും. അപ്പോൾ ധൈര്യം തിരിച്ചു കിട്ടാൻ വേണ്ടി
പ്രൈസ് ഗോഡ്. ഈ സങ്കീർത്തനം നോക്കിയാൽ ദാവീദ് ഈ കഷ്ടത്തിൻ്റെ മധ്യേ, ധൈര്യം പോയിരിക്കുന്ന മധ്യേ ധൈര്യം തിരിച്ചു കിട്ടാൻ വേണ്ടി 7 കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഈ സങ്കീർത്തനം ആരംഭിച്ചത്. ഇന്ന് പകല് വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. ദാവീദ് അനുഗ്രഹിക്കപ്പെട്ടതുപോലെ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവമക്കളെ, പ്രൈസ് ഗോഡ്. ദാവീദ് കഷ്ടത്തിൽ ജനിച്ചു, കഷ്ടത്തിൽ വളർന്നു. എന്നാൽ ദൈവം അവനെ തിരഞ്ഞെടുത്ത് ഏറ്റവും ഉയർന്ന പദവിയിലാക്കി. എന്നിട്ട് അവസാനം നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്: പല യുദ്ധങ്ങൾ ദാവീദ് ചെയ്തു. പലരും അവനെ കൊല്ലാൻ നോക്കി, പലരും അവനെ നശിപ്പിക്കാൻ നോക്കി, പലരും അവനെ വെട്ടിക്കൊല്ലാൻ നോക്കി, കുത്തിക്കൊല്ലാൻ നോക്കി, പല വിധത്തിൽ കൊല്ലാൻ നോക്കി. പക്ഷേ വായിക്കുന്ന ഇങ്ങനെയാണ്: ദാവീദ് തന്നെ നല്ല വാർദ്ധക്യത്തിൽ ദൈവത്തോട് ചേർന്നു. നിനക്കൊരു ആയുസ് ദൈവം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തൊടാൻ സമ്മതിക്കാത്ത ഒരു സ്വർഗത്തിലെ ദൈവമുണ്ടെന്ന് ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ മനസ്സിലാക്കി, എൻ്റെ ആയുസിനോട് പോരാടുന്ന പോരാട്ടത്തെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നെന്ന് പറഞ്ഞ് ഇന്ന് പകൽക്കാലം ശാസിക്ക്. ഭയങ്ങൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ആയുസിനോട് പോരാടുന്ന പോരാട്ടങ്ങളുടെ മേൽ ഇന്ന് പകൽ ഞങ്ങൾ ജയമെടുക്കുന്നു. ജറബല കതുല ജബലക തകല ദുർബൽ കൗഡ രഗതക ജഗന രഗതക സന്തർ കൗഡക ജഗന മസ്ത രഗത ജനത രഗത. യേശുവിന്റെ നാമത്തിൽ ആയുസ്സിനോടുള്ള പോരാട്ടങ്ങൾ ഇന്ന് പകൽ വിട്ടുപോ. എന്ത് പേടിയുണ്ടെങ്കിലും യേശുവിന്റെ നാമത്തിൽ ധൈര്യപ്പെട്ടോ. പ്രാർത്ഥിക്കുന്ന വെളിച്ചത്തിൽ അവൻ 15 സംവത്സരം ആയുസ് കൂട്ടിക്കൊടുത്ത ഹിസ്കിയാവിന്റെ ദൈവത്തെയാണ് നമ്മൾ ഇന്ന് ആരാധിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ ഈ ഉറപ്പുണ്ടെങ്കിൽ നിന്നെ കൊന്നുകളയുമെന്ന് പറഞ്ഞാലും ഞാൻ ചാകത്തില്ലെന്ന് പറഞ്ഞേക്കണം. പിശാചി നിൻ്റെ മുഖത്ത് നോക്കി നിന്നെ തട്ടിക്കളയുമെന്ന് പറഞ്ഞാലും നമ്മൾ പറഞ്ഞോണം ഞാൻ ചാകത്തില്ല. പ്രൈസ്. അത് പറയാം നമുക്ക്. കാരണം ഹിസ്കിയാവിൻ്റെ അനുഭവം കിടക്കുക. അപ്പം 7 പാസ്റ്റ് വിഷയങ്ങൾ, കഴിഞ്ഞുപോയ 7 വിഷയങ്ങളാണ് പ്രൈസ് ഗോഡ് സങ്കീർത്തനക്കാരനെ ആമേൻ ഹല്ലേലൂയ ഈ സങ്കീർത്തനത്തിൽ നിലനിർത്തിയത്. ഒന്നാമത്തെ വിഷയം, ദൈവത്തിന്റെ സ്തോത്രം, 1-ാം വാക്യം വായിക്കാം. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. പ്രൈസ് ഗോഡ്. അപ്പം ഈ 7 വിഷയങ്ങൾ പ്രാപിക്കാൻ ദൈവത്തിന്റെ സ്തോത്രം ഹല്ലേലൂയ സങ്കീർത്തനക്കാരൻ ചെയ്ത പരിപാടി എന്താണെന്നറിയാമോ? കാത്ത് ഇരുന്നു. പ്രൈസ് ഗോഡ്. നമ്മുടെയൊക്കെ ചെറിയൊരു പ്രശ്നം അതാണ്. നമ്മൾ കാത്തിരിക്കും, പക്ഷേ കാത്ത് ഇരുന്നു. ഞാൻ യഹോവയ്ക്കായി ഐ വെയിറ്റഡ് ഓൺ വെയിറ്റിംഗ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഐ വെയിറ്റഡ് പേഷ്യൻ്റ്ലി ഫോർ ദ ലോർഡ്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. മറ്റേ RSV ആണ് തോന്നുന്നു. ഐ വെയിറ്റിംഗ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന് വേണ്ടി കാത്തിരുന്നു എന്ന് പറഞ്ഞ അർത്ഥം എന്നറിയാമോ? എനിക്ക് മറുപടി വരുവോളം ഞാൻ കാത്തിരുന്നു. പ്രൈസ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ചില വിഷയങ്ങൾക്ക് കാത്തിരിക്കുക എന്ന് പറയുമ്പോൾ മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയട്ടെ. രാത്രിയെ ഇസ്രായേൽ മക്കളുടെ ചരിത്രത്തിൽ 4 യാമങ്ങളായി, കണക്കനുസരിച്ച് 4 യാമങ്ങളായി തിരിച്ചിരിക്കുന്നു. പകൽ 12 നാഴിക, രാത്രി 4 യാമങ്ങൾ. ഇംഗ്ലീഷിൽ വാച്ചസ് എന്ന് പറയും. ഈ രാത്രി കാവൽക്കാരെ 4 പ്രാവശ്യം മാറ്റി നിർത്തും. അതാണ് 4 യാമങ്ങൾ. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ 1-ാം യാമം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബാച്ച്, 2-ാം യാമത്തിൽ സെക്കൻഡ് ബാച്ച്, 3-ാം യാമത്തിൽ തേർഡ് ബാച്ച്, അങ്ങനെ 4-ാം യാമത്തിൽ 4-ാമത്തെ ബാച്ച്. അപ്പം ഇസ്രായേൽ മക്കളുടെ കണക്കനുസരിച്ച്, യഹൂദൻ്റെ കണക്കനുസരിച്ച് ഒരു ദിവസം 24 മണിക്കൂർ തന്നെയാണ്. അത് രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ 12 മണിക്കൂർ. പ്രൈസ് ഗോഡ്. വൈകിട്ട് 6 മണി മുതൽ രാവിലെ 6 മണി വരെ 12 മണിക്കൂർ. പകലുള്ള 12 മണിക്കൂറിന് 1, 2, 3 12 വരെ എണ്ണും. അതിന് 11-ാം മണി നേരത്തും ജോലിക്ക് ആളെ വിളിച്ചെന്ന് പറയുന്നതാണ്. വൈകിട്ട് 5 മണിയായപ്പോഴും ജോലിക്ക് ആളെ വിളിച്ചു. പ്രൈസ് ഗോഡ്. പകൽ 3-ാം മണി നേരം എന്ന് പറഞ്ഞാൽ രാവിലെ 9 മണി. പരിശുദ്ധാത്മാവിൻ്റെ വരവ് സഹിയോൻ മാളിലുണ്ടായത് പകൽ 3-ാം മണി നേരത്ത്. യേശുക്രിസ്തു പ്രാണനെ വിട്ടത് പകൽ 9-ാം മണി നേരത്ത്, ഉച്ചയ്ക്ക് 3 മണിക്ക്. പ്രൈസ് ഗോഡ്. 6-ാം മണി നേരം എന്ന് പറഞ്ഞാൽ 12. അപ്പോൾ 1-ാമത്തെ വാച്ച് യാമം രാത്രി 12 മുതൽ പ്രൈസ് ഗോഡ് 3 മണി വരെ. 2-ാമത്തെ യാമം രാത്രി 6 മണി മുതൽ 9 മണി വരെ. 2-ാമത്തെ യാമം രാത്രി 9 മണി മുതൽ 12 മണി വരെ. 3-ാമത്തെ യാമം 12 മണി മുതൽ 3 മണി വരെ.
നാലാമത്തെ യാമം 3 മണി മുതൽ 6 മണി വരെ. പ്രൈസ് ഗോഡ്. ഞാനത് പറയുന്നതെന്നറിയാമോ? യേശു ഒരിക്കൽ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു, അക്കരയ്ക്ക് പോകാം. എപ്പോഴാണെന്നറിയാമോ? സന്ധ്യയായപ്പോൾ 1-ാം യാമത്തിലാണ് പറഞ്ഞത്. ഇവരക്കരയ്ക്ക് പോകാൻ തുടങ്ങി. യേശു ഇപ്പുറത്ത് തന്നെയായിരുന്നു. ശിഷ്യന്മാരോ കരവിട്ട് പടക് വളരെ ദൂരത്തിലായി. കാറ്റങ്ങോട്ട് അടിക്കാൻ തുടങ്ങി. ഒരു തണ്ട് വലിച്ചിട്ട് നീങ്ങുന്നില്ല, കുഴയാൻ തുടങ്ങി. പ്രൈസ് ഗോഡ്. 1-ാം യാമം കഴിഞ്ഞു, ഒന്നും സംഭവിക്കുന്നില്ല. 2-ാം യാമം കഴിഞ്ഞു, ഒന്നും നടക്കുന്നില്ല, മുമ്പോട്ട് പോകാൻ സാധിക്കുന്നില്ല. 3-ാം യാമം കഴിഞ്ഞു, ഒന്നും നടന്നില്ല. പക്ഷെ 4-ാം യാമത്തിൽ ഒന്ന് നടന്നു. യേശു കടലിൻ്റെ മീതെ നടന്നുകൊണ്ട് അടുക്കിലേക്ക് വന്നു. പ്രൈസ് ഗോഡ്. ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോൾ പലപ്പോഴും ഇന്ന് പകൽ നിങ്ങളോട് ഞാൻ പറയട്ടെ, കഴിഞ്ഞ ആഴ്ച മുഴുവൻ പ്രാർത്ഥിച്ച വിഷയമായിരിക്കാം, കഴിഞ്ഞ മാസങ്ങൾ പ്രാർത്ഥിച്ച വിഷയമായിരിക്കാം, കഴിഞ്ഞ വർഷങ്ങൾ പ്രാർത്ഥിച്ച വിഷയമായിരിക്കാം. എന്നാൽ ഇന്ന് നിനക്കൊരു 4-ാം യാമമായി ഇത് മാറ്റുവാൻ സ്വർഗത്തിലെ ദൈവം വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നിന്റെ വിഷയത്തിന് മറുപടിയുമായി കടലിന്റെ മീതെ നടന്നവൻ നിന്റെ അടുക്കലേക്ക് വരും. അന്ന് നിന്റെ ക്ഷീണം മാറും, നിന്റെ അലച്ചില് മാറും, തിരമാല അടങ്ങും, കാറ്റ് അടങ്ങും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ചില കാറ്റുകൾ അടങ്ങട്ടെ. ചില കാറ്റുകളെ പേടിച്ചിരിക്കുന്ന ദൈവവൈദ്യരെ പ്രാർത്ഥിക്ക്, ആരാധിക്ക്. ഇതാ ചില കാറ്റുകൾ നിനക്ക് വേണ്ടി അടങ്ങും. നിനക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്ന തിരമാലകൾ കണ്ട് ഭയപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ ശക്തിയോടെ വിശ്വാസത്തോടെ ആരാധിക്ക്. ഇതാ തിരമാലകൾ അടങ്ങും. യേശുവിന്റെ നാമത്തിൽ അടങ്ങട്ടെ, യേശുവിന്റെ നാമത്തിൽ അടങ്ങട്ടെ, യേശുവിന്റെ നാമത്തിൽ അടങ്ങട്ടെ, യേശുവിന്റെ നാമത്തിൽ ചില തിരമാലകൾ അടങ്ങട്ടെ. ദൈവമേ, ഇന്ന് പകൽക്കാലം നിന്റെ മക്കളുടെ മേൽ കനിവ് കാണിക്കണമേ, ദയ കാണിക്കണമേ, ചില തിരമാലകളെ അടക്കണമേ. കാറ്റുകൾ അടങ്ങട്ടെ. ചില കുടുംബത്തിൽ അടിക്കുന്ന കാറ്റുകൾ അടങ്ങട്ടെ. ചില വിഷയങ്ങൾ അടിക്കുന്ന കാറ്റുകൾ അടങ്ങട്ടെ. ചില കുഞ്ഞുങ്ങളുടെ മേൽ അടിക്കുന്ന കാറ്റുകൾ അടങ്ങട്ടെ. ചില സംഭവങ്ങളുടെ കാറ്റുകൾ അടങ്ങട്ടെ. ചില കൊടുങ്കാറ്റുകൾ ഇന്ന് യേശുവിന്റെ നാമത്തിൽ അടങ്ങട്ടെ. പ്രൈസ് ഗോഡ്. ദൈവാത്മാവ് വ്യക്തമായി കാണിക്കുന്നു, ചില കാറ്റുകൾ ചില കുടുംബത്തിൽ അടങ്ങുന്ന ദിവസമാണെന്ന്. ചില കാറ്റുകൾ ദൈവാത്മാവ് വ്യക്തമായി പറയുന്നു. ഹല്ലേലൂയ. അത് നിന്റെ കുടുംബത്തിലാകട്ടെ. ചില കാറ്റുകൾ അടങ്ങുന്ന ദിവസമാണെന്ന്. ആമേൻ. ദൈവമക്കളെ, നമ്മളോട് ദൈവം സംസാരിച്ചാലുണ്ടല്ലോ ഒരു മാറ്റവുമില്ല. എന്നോട് ദൈവാത്മാവ് പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന ചില കുടുംബങ്ങളുടെ കാറ്റടങ്ങുക. അത് പറഞ്ഞപ്പോൾ തന്നെ ഈ ഇലക്ട്രിക് ഇടിവെട്ട് കൊള്ളുന്ന പോലെ ഇത് ചിലർക്ക് ഏറ്റു കാണും, അവിടെ അടങ്ങുകയും ചെയ്യും. ഇത് കേട്ടിട്ടല്ല, ഇത് പറയുന്ന വാക്യം പറയുമ്പോൾ തന്നെ ടക്കെന്ന് കേൾക്കും. അത് ഏറ്റ കുടുംബങ്ങൾക്ക് ഞാൻ സ്തോത്രം ചെയ്യുക. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ഇന്നലെ എനിക്കൊരു മനസ്സിലായൊരു കാര്യം പറയാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ ഒരു 4-5 ആഴ്ച മുമ്പ് ഞായറാഴ്ച ഇവിടെ ശുശ്രൂഷിച്ചുകൊണ്ട് നിൽക്കുമ്പം ഈ ചില രോഗങ്ങൾക്ക് വേണ്ടി ഞാൻ ശാസിച്ചു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്നലെയാണ് എനിക്ക് മനസ്സിലായത്. എനിക്ക് അന്നേരം തന്നെ ഒരു ചെറിയതല്ല, നല്ല ഒരു ലൈറ്റനിങ് പോലത്തെ എഫക്റ്റ് എനിക്കിത് കിട്ടി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പക്ഷെ ഇന്നലെ അത് കൺഫർമേഷൻ കിട്ടി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പം ഞാൻ ഈ രോഗികൾക്ക് വേണ്ടി ചില നാളുകളായി മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ, എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാടാൻ സമയമില്ല, അതുകൊണ്ട് പാടുന്നില്ല പാർത്ത്. പക്ഷേ ഞാൻ പറയട്ടെ, പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എനിക്കൊരു ബുദ്ധിമുട്ട് എനിക്കുണ്ടാകുമായിരുന്നു. രാത്രിയിൽ എരിവുള്ള എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി റിഫ്ലക്സ്, ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം, എന്ത് ചെയ്താലും മാറത്തില്ല, ഒന്നും ഉറങ്ങാൻ പറ്റത്തില്ല. പിന്നെ ഇടയ്ക്ക് പോയി രാത്രിയിൽ ഈ പേരയ്ക്കൊക്കെ തിന്നുമ്പോൾ ചിലപ്പോൾ വ്യത്യാസം വരാറുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ഒരു ദിവസം ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം, ദൈവത്തിന് സ്തോത്രം, ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ രോഗശാന്തിക്ക് വേണ്ടി പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ഏതോ ഒരു രോഗം സൗഖ്യമായിട്ടുണ്ട്. ഏതാണെന്ന് എനിക്ക് മനസ്സിലായില്ല സത്യം പറഞ്ഞാൽ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ദിവസം ഹല്ലേലൂയ ഒരു കൂട്ടാൻ, ഈ കഴിഞ്ഞ തിങ്കളാഴ്ച തിങ്കളാഴ്ച ഒരു കറി കൂട്ടി ഊണ് കഴിച്ചു. അത് ഭയങ്കര എരിവായിരുന്നു, നല്ല എരിവായിരുന്നു. കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇന്ന് രാത്രി പ്രശ്നം ഉണ്ടാകും. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഹല്ലേലൂയ അന്നേരം രാത്രി ആരുണ്ടൊക്കെ വരുമോ പോകുകൊണ്ടൊക്കെ ചെയ്ത തിരക്കിനിടയ്ക്ക് പിന്നെ അത് മറന്നുപോയി. അന്ന് സുഖമായിട്ട് ഉറങ്ങി. പക്ഷെ ഞാൻ മറന്നുപോയി. ഇന്നലെ ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് കൺവെൻഷൻ കഴിഞ്ഞ് വരുമ്പോൾ അവിടെ ഒരു കടയിൽ കയറി എല്ലാ സാധനം തീർന്നു, അയിലക്കറി മാത്രമേ ഉള്ളൂ. പൊറോട്ടയും അയിലക്കറി നോക്കിയപ്പോൾ അതിന് ഇത്ര ചെള്ള മുളക് എൻ്റെ 10 എണ്ണം കിടപ്പുണ്ട്. ഭയങ്കര എരിവുണ്ട്. എന്നോട് ഞാൻ ചോദിച്ചു എരിവ് ഉണ്ടോ എന്ന് ചോദിച്ചു. പ്രൈസ് ഗോഡ്. ഞാൻ പറഞ്ഞു എരിവൊന്നുമില്ല എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അത് കഴിച്ച് ഞാൻ ശരിക്ക് കഴിച്ചു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഞാനപ്പോൾ വിചാരിച്ച വീട്ടിലൊരു പേരയ്ക്ക ഇരിപ്പുണ്ട്, വന്നു കഴിഞ്ഞാൽ ആ പേരയ്ക്ക എടുത്ത് തിന്നാന്നുള്ള അകത്ത്. പക്ഷെ വന്ന് കയറിയപ്പം അതും മറന്നുപോയി, കിടന്ന് ഉറങ്ങി. നേരം വെളുത്തപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, എരിവ് എന്നെ ഒന്നും ചെയ്തിട്ടില്ല. അനേക നാളുകളായി വിഷമിപ്പിച്ചുകൊണ്ടിരുന്ന വിഷയമാണ്. ഇന്ന് പകൽക്കാലം നിന്നെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന് നിന്നെ ടച്ച് ചെയ്യുന്ന ദൈവവചനം മതി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അതുപോലെ ഒരിക്കൽ എ ജെ ഹോളി പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒത്തിരി പേരുടെ വിഷയം ഇങ്ങനെ പറഞ്ഞ് സാധിച്ചുകൊണ്ടിരിക്കുക. ഒടുക്കം ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ഞാൻ നിൻ്റെ വിഷയം തൊടാൻ പോകുക എന്ന് പറഞ്ഞു. ഞാൻ അവിടെ വെച്ച് ഉറക്കെ രാത്രി 8:30 മണിക്ക് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, 8 മണിക്ക് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഈ 8 മണിക്ക് ഇന്ന് ഇവിടെ വച്ച് എൻ്റെ പ്രശ്നം തീരുകയാണ്. 8 വർഷം എന്നെ അലട്ടിക്കൊണ്ടിരുന്നൊരു വലിയ വിഷയം, എൻ്റെ സ്വസ്ഥത കെടുത്തിരുന്നൊരു വലിയ വിഷയം അന്ന് 8 മണിക്ക് അവിടെ വച്ച് എന്നേക്കുമായിട്ട് തീർന്നു. ഇന്ന് പകൽക്കാലം നിന്റെ വിഷയം കൈകാര്യം ചെയ്യാൻ ഒരു ദൈവമുണ്ട്. ഇവിടെ വച്ച് തീരട്ടെ, ഇവിടെ വച്ച് തീരട്ടെ, ഇവിടെ വച്ച് തീരട്ടെ, ഇപ്പോൾ തീരട്ടെ. ഈ 12 മണിയായ സമയത്ത് നിന്നെ നാളുകളായി അലട്ടിക്കൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളിൽ മേൽ എന്റെ ദൈവം ടച്ച് ചെയ്യട്ടെ. ഓ ലോർഡ്, യു ടച്ച് ടച്ച് ടച്ച്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ദൈവമേ ടച്ച് 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 ടച്ച്. ഊടാ രാബ റക ദാല റൈദ റകദ ജനബല ഹദന അന്തല ജബന ദഗരക ദഗുദക ജഗരക ദഗല അസുര ജബനെ ദരകല ഹത്തൽ ബൗഡക ജഗന രക്തം ഛേ. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് പകല് നമുക്ക് ചിലത് പ്രാപിച്ച് പോകാം. നമ്മളുടെ ധൈര്യം കെടുത്തിയ വിഷയം ഇന്ന് ഇവിടെ ഇട്ട് ധൈര്യപ്പെട്ടു പോകണം. എത്ര പേർക്ക് ചിന്തയുണ്ട്? എൻ്റെ ധൈര്യം കളഞ്ഞ വിഷയം ഇവിടെ ഞാൻ ഇടാൻ പോകുകയാണ്. കർത്താവേ, നിന്റെ പാദപീഠത്തിൽ ഇടാൻ പോകുകയാണ്, ഈ യാഗപീഠത്തിൽ ഇടാൻ പോകുകയാണ്. ഇവിടെ ഇത് ദഹിക്കാൻ പോകുകയാണ്, ഇവിടെ ഇത് കത്തിക്കാൻ പോകുകയാണ്. ആകാശത്തിലെ തീ ഇറങ്ങാൻ പോകുകയാണ്, ദൈവത്തിന്റെ തീ ഇറങ്ങാൻ പോകുകയാണ്. ഇന്ന് പകൽക്കാലം ഇത് മുഴുവനും കത്തിച്ച് ഞാൻ ഇവിടുന്ന് മടങ്ങിപ്പോകും. ആമേൻ. റെയ്നാഡ് ബോങ്കെ ആഫ്രിക്കയിൽ പ്രസംഗിക്കുന്ന സമയത്ത് അവിടെ ചെയ്തിരുന്നൊരു കാര്യമുണ്ട്. പ്രൈസ് ഗോഡ്. എല്ലാവർക്കും ദൈവത്തിന് സ്തോത്രം ഈ കയ്യിലെ ഏലസും അതൊക്കെ കാണും. ഇതിന്മേലാണ് ഇവർ ജീവിക്കുന്നതെന്നാണ് വിചാരിക്കുന്നത്. ചിലർക്ക് ഭയവും ഇതാണ്. ദൈവ സ്തോത്രം. അവൻ്റെ കയ്യിൽ ഒരു ഏലസ് കണ്ട ഇവൻ്റെ വിചാരം എനിക്കെതിരായിട്ടുള്ള സാധനം അതിനകത്തുണ്ടെന്നാണ്. ഇങ്ങനത്തെ ജീവിതമാണ്. പ്രൈസ് ദി ലോർഡ്. ഒടുക്കം റെയ്നാഡ് ബോങ്കെ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. സുവിശേഷ പ്രസവം അങ്ങോട്ട് കഴിയുമ്പം വലിയ ഒരു തീ അങ്ങോട്ട് കൂട്ടും. ആ തീ അങ്ങോട്ട് കൂടിയിട്ട് എല്ലാവരുടെ ഇതൊക്കെ ഇങ്ങ് തരാൻ പറയും, ഈ മന്ത്രം ചെയ്ത സാധനമൊക്കെ ഇങ്ങ് തരാൻ പറയും. എന്നിട്ട് പുള്ളി പറയും, ഇപ്പോൾ ഈ തെയ്ക്കകത്ത് ഈ മന്ത്രത്തിൻ്റെ പിശാചം കത്തിപ്പോകാൻ പോകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ നോക്കിയിരിക്കുമ്പോൾ ഞാനിത് കത്തിക്കാൻ പോകണം. നിങ്ങൾ വിചാരിക്കുന്നത് ഇത് കത്തിക്കുന്നവൻ ചത്തുപോകുന്നല്ലേ? നോക്കിക്കോ, എന്നെ നോക്കിക്കോ, ഒരു കുഴപ്പവും വരത്തില്ല. ഈ സാധനം മുഴുവൻ കത്തിപ്പോകും, എനിക്കൊരു കുഴപ്പവും വരത്തില്ല. പ്രൈസ് ഗോഡ് എന്ന് പറഞ്ഞ് ഇത് ആ തീയിലോട്ട് കത്തിച്ച് ആ മീറ്റിംഗ് അവസാനിപ്പിക്കും. എന്ന് പറയുന്നത് പോലെ ആരാധനയുടെ ഒരു തീ ഇവിടെ ഇന്ന് കൂട്ടിയിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ നിന്നെ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങൾ അതിനകത്തിട്ട് കത്തിച്ച്
ഇന്ന് മടങ്ങിപ്പോകാൻ. ജീസസ്, ജീസസ്, യേശുവിന്റെ നാമത്തിൽ. ഉടബല ബൗഡ ദഗര ദഗന ദലമ ദഗര ദലബല ഹരതല ബൗഡക ജഗരക ദരബ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ, ഇന്ന് ഇങ്ങനത്തെ ഒരു തീ ഇവിടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിനകത്തിട്ട് കത്തിക്കാൻ ഒരു സാധനമെങ്കിലും തരാൻ ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? ഏലസം മലയില്ല ചോദിച്ചാൽ വിഷയങ്ങൾ, നിൻ്റെ ജീവിതത്തിൽ നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന, നിൻ്റെ കയ്യെ കെട്ടിയിരിക്കുന്ന, കാലിൽ അരയെ കെട്ടിയിരിക്കുന്ന ഏലസിനേക്കാൾ നിൻ്റെ ഹൃദയത്തെ കെട്ടിയിരിക്കുന്ന ചില ബന്ധനങ്ങൾ ഭാരമായി, വേദനയായി, കഷ്ടമായി ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അത് ആത്മീയ തീയിലിട്ട് അത് ഇട്ട് കത്തിച്ച് മടങ്ങിപ്പോകാൻ ആമൻ ആരാധനയിൽ സാധിക്കും. ആമേൻ. ഞാൻ ചോദിക്കട്ടെ, ഒരെണ്ണമെങ്കിലും ഇവിടെ നിന്ന് കത്തിച്ചു പോകാൻ ഉള്ള വിഷയമുള്ളവർ കൈവയ്ക്കുക. ഒരു വിഷയമെങ്കിലും ഇവിടെ നിന്ന് കത്തിച്ചും പോകണം. ഇന്ന് പകലും നമ്മൾ ഒന്നിച്ച് ആരാധനയുടെ തീക്കകത്ത് ഇത് എറിഞ്ഞിടാൻ പോകുകയാണ്. ഇത് ഇവിടെ കിടന്ന് കത്തുന്നത് കണ്ട് നമ്മൾ മടങ്ങി പോകത്തുള്ളൂ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഇവിടെ കിടന്ന് ഈ ദുഷ്ടശക്തികള്, ദുഷ്ടപിശാചിന്റെ ശക്തികള്, മന്ത്രവാദത്തിന്റെ ശക്തികള്, ആഭിചാരത്തിന്റെ ശക്തികള്, കൂടത്രത്തിന്റെ ശക്തികള്, പൈശാചിക ബന്ധനത്തിന്റെ ശക്തികള്, ഞങ്ങളുടെ ജീവിതത്തെ തടുത്തു വച്ചിരിക്കുന്ന, തടഞ്ഞു വച്ചിരിക്കുന്ന ദുഷ്ടശക്തികള് ഇറങ്ങട്ടെ, തീ ഇറങ്ങട്ടെ. ഇത് കത്തിക്കാൻ തക്കവണ്ണം ആത്മീയ തീ ഇവിടെ ഇറങ്ങട്ടെ. പരിശുദ്ധാത്മാവിന്റെ തീ ഇവിടെ ഇറങ്ങട്ടെ. ഈ ഹോളിനകത്ത് ഇറങ്ങട്ടെ, ഈ ഹോളിനകത്ത് ഇറങ്ങട്ടെ. Let the fire come down, 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 let the fire come down. തീ ഇറങ്ങട്ടെ, തീ ഇറങ്ങട്ടെ, തീ ഇറങ്ങട്ടെ, തീ ഇറങ്ങട്ടെ, തീ ഇറങ്ങട്ടെ, തീ ഇറങ്ങട്ടെ, തീ ഇറങ്ങട്ടെ. Let the fire come down, let the fire come down, let the fire come down, let the fire come down. ഇറങ്ങട്ടെ, തീ ഇറങ്ങട്ടെ. കത്തി 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 ദഹിക്കത്തക്കവണ്ണം ചിലത് കത്തി ചാമ്പലാകട്ടെ, ചിലത് കത്തി ചാമ്പലാകട്ടെ. യേശുവിന്റെ നാമത്തിൽ കത്തി ചാമ്പലാകട്ടെ. ഇന്ന് പകൽക്കാലം ചിലത് കത്തി ചാമ്പലാകട്ടെ. ചിലത് ചാമ്പലാകട്ടെ കർത്താവേ, ചിലത് കത്തി ചാമ്പലാകട്ടെ കർത്താവേ. ഇപ്പോൾ 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 തന്നെ, ഇപ്പോൾ തന്നെ ചിലതിനെ നീ കത്തിക്കണമേ, ചിലത് കത്തിക്കണമേ, ചിലത് കത്തിക്കണമേ, ചിലത് ചാരമാകട്ടെ, ചില വിഷയങ്ങൾ ചാരമാകട്ടെ. ആമേൻ, ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ ചില വിഷയങ്ങൾ ചാരമായിട്ടുണ്ടെന്ന് വിശ്വാസ കണ്ണുകൊണ്ട് കാണാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? ഇനി ഒരു ചെറിയ കാറ്റുകൂടെ അടിച്ചാൽ ഇതങ്ങ് പറന്നു പോകും. ചെറിയ ഒരു കാറ്റ് മതി ഈ ചാരം പറപ്പിക്കാൻ. കഴിഞ്ഞ നാളുകളിൽ വലിയ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിക്കാത്തത് ഒരു ചെറിയ കാറ്റ് മതി. ഓ ജീസസ്, ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്നത് ഇന്ന് കാത്തിരുന്നത് വെറുതെ അല്ല. ഈ ചൂടത്ത് കാത്തിരിക്കുന്നതിന് ദൈവം മറുപടി തരാതെ ഇരിക്കുമോ? എനിക്ക് തോന്നുന്നില്ല. ദൈവം മറുപടി നൽകും നിശ്ചയം. ഇന്ന് 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 ഇപ്പോൾ 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 തന്നെ എൻ്റെ വിഷയത്തിന് ദൈവത്തിന് മറുപടി തരാൻ കഴിയും. ആമേൻ. 7 വിഷയങ്ങൾ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒന്നാം വാക്യം ഒന്ന് വായിച്ചേ. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞ്. ഒന്നാമത്തെ വിഷയം, കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ദൈവത്തിന് വേണ്ടി കാത്തിരുന്നപ്പോൾ കർത്താവ് എങ്കിലേക്ക്, അവൻ എങ്കിലേക്ക് ചാഞ്ഞു. പ്രൈസ് ഗോഡ്, അവൻ എങ്കിലേക്ക് ചാഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ആദ്യമായിട്ട് നമുക്ക് ഓർമ്മ വരേണ്ടത്, ദൈവം എന്നോട് കരുണ കാണിക്കത്തക്കവണ്ണം എങ്കിലേക്ക് ചാഞ്ഞ സമയങ്ങൾ, ദൈവം എൻ്റെ നേരെ ചാഞ്ഞ സമയങ്ങൾ.
ഒന്ന്, അവൻ എൻ്റെ നേരെ ചാഞ്ഞു. 2, എൻ്റെ നിലവിളി കേട്ടു. എൻ്റെ നിലവിളി കേട്ടു. പ്രൈസ് ഗോഡ്. അപ്പം കഴിഞ്ഞ നാളുകളിൽ വിഷയങ്ങൾക്ക് വേണ്ടി കരഞ്ഞിട്ടുള്ളവർക്ക് ഒരു കാര്യം ഉറപ്പാക്കാം, കേട്ടു. കഴിഞ്ഞ കാര്യമാണ്, എൻ്റെ ദൈവം എൻ്റെ നിലവിളി കേട്ടു. ഇസ്രായേൽ മക്കളെ പുറപ്പാട് പുസ്തകത്തിൽ ആദ്യത്തെ അധ്യായം തന്നെ വായിക്കുമ്പോൾ 3-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ജനത്തിൻ്റെ നിലവിളി ഞാൻ കേട്ടു, ഞാൻ കണ്ടു, ഞാൻ അറിഞ്ഞു. അടുത്തത്, ഞാൻ ഇറങ്ങി വന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം നിൻ്റെ നിലവിളി കണ്ട്, നിൻ്റെ വചനം കണ്ട്, നിൻ്റെ ദുഃഖം കണ്ട്, നിൻ്റെ ഞരക്കം കണ്ട്, നിൻ്റെ നിലവിളി കേട്ട് അടുത്ത സ്റ്റെപ്പ് ദൈവം ഇറങ്ങി വരികയാണ്. ഈ ആഴ്ച എൻ്റെ വിഷയത്തിൽ ദൈവത്തിൻ്റെ സന്ദർശനമുണ്ട്. അമ്പല ദലവ ദൈവ ഖത്രേ ഹസ്തുന. ഈ ആഴ്ച എൻ്റെ വിഷയത്തിൽ ദൈവത്തിൻ്റെ സന്ദർശനം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ചില വിഷയങ്ങൾക്ക് ഈ ആഴ്ച ദൈവത്തിൻ്റെ സന്ദർശനമുണ്ട്. ദൈവത്തിൻ്റെ സന്ദർശനമുണ്ട്. എന്നെ ബാധിക്കുന്ന ചില വിഷയങ്ങൾക്ക് ഈ ആഴ്ച ദൈവത്തിൻ്റെ സന്ദർശനമുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു. I believe. എൻ്റെ ചില വിഷയങ്ങൾക്ക് ഈ ആഴ്ച ദൈവത്തിൻ്റെ സന്ദർശനമുണ്ട്. എൻ്റെ ചില വിഷയങ്ങൾക്ക്, ഞാൻ എന്നോട് പറയുന്നു, എൻ്റെ ചില വിഷയങ്ങൾക്ക് ഈ ആഴ്ച ദൈവത്തിൻ്റെ സന്ദർശനമുണ്ട്. ശരിയാകട്ടോ. അവസാനം ഞാൻ നിങ്ങളോടല്ല പറഞ്ഞത്, എൻ്റെ കാര്യമാണ് പറഞ്ഞത്. എൻ്റെ ചില വിഷയങ്ങൾക്ക് നോക്കിക്കോ, ഈ ആഴ്ചയിൽ സന്ദർശനമുണ്ട്. നിന്റെ വിഷയത്തിന് സന്ദർശനമുണ്ട്, എൻ്റെ വിഷയത്തിന് സന്ദർശനമുണ്ട്. ഇതങ്ങനെ അധികം നാൾ പോകാൻ സമ്മതിക്കാത്തൊരു ദൈവമുണ്ട്. നിന്നെ വിഷമിപ്പിക്കുന്ന, നിന്നെ വിഷയത്തിൻ്റെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ദൈവമുണ്ട്. ഹല്ലേലൂയ. 2-ാമത്തെ വിഷയം, 3-ാമത്തെ വിഷയം, 2-ാം വാക്യം. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. അത് 2 വിഷയങ്ങളാണ്. 1, നാശകരമായ കുഴിയിൽ നിന്ന് എന്നെ കയറ്റി. 2, കുഴഞ്ഞ ചേറ്റിൽ നിന്ന് എന്നെ കയറ്റി. 1 കുഴി, 2 ചേറ്. പ്രൈസ് ഗോഡ്. രണ്ടും അടുത്ത 2 വിഷയങ്ങൾ ഒന്നിച്ച് കിടക്കുകയാണ്. 3, 4 എന്നെ കയറ്റി. എവിടെ നിന്ന്? നാശകരമായ കുഴിയിൽ നിന്ന്. നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, ഇവിടെ നിന്ന് വല്ലോടത്തോടെ ഒന്ന് പോയാൽ മതിയായിരുന്നു? പ്രൈസ് ഗോഡ്. നാശകരമായ കുഴിയാണ്. അവിടെ നിന്ന് എന്നെ കയറ്റും, അവിടെ നിന്ന് എന്നെ കയറ്റും. പ്രൈസ് ഗോഡ്. പക്ഷേ എനിക്കൊരാഗ്രഹം ഞാൻ പറയാം. വല്ലോടത്തും പോയാൽ മതിയായിരുന്നു എന്ന് നമ്മൾ പറയും. അങ്ങനെ വല്ലോടത്തും പോയി പ്രശ്നം തീരുന്നതിനേക്കാൾ നല്ലത്, ദൈവവചനം പഠിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത്, നീ എവിടെ നിന്ദിക്കപ്പെട്ടോ അവിടെ നിൻ്റെ പ്രശ്നം തീർത്ത് നിന്നെ നിർത്തണം. നീ ഏതൊരു സമൂഹത്തിൽ നിന്ദിക്കപ്പെട്ടോ, ഏതൊരു സാഹചര്യത്തിൽ നിന്ദിക്കപ്പെട്ടോ, എവിടെ നിന്ദിക്കപ്പെട്ടോ അവിടെ നിന്റെ നിന്ന മാറ്റി നിന്നെ നിർത്തുന്നതാണ് ദൈവിക പദ്ധതി. ആമേൻ. മറ്റത് നല്ലൊരു സിനിമയ്ക്ക് കൊള്ളാവുന്ന തീമാണ്. കഥാനായകൻ ജീവിതത്തിൽ ഭയങ്കര പ്രോബ്ലം വരുന്നു, നാട് വിട്ടു പോകുന്നു, ദുബായി ചെല്ലുന്നു, കാശുണ്ടാക്കുന്നു, ഒടുക്കം കാറൊക്കെ ആയിട്ട് നാട്ടിൽ കൂടെ നടക്കുന്നു. ഇത് സിനിമയ്ക്ക് കൊള്ളാവുന്ന തീമാണ്. നമ്മൾ ഇവിടെ തന്നെ നിന്നൊരു കാർ ഓടിക്കും. മനസ്സിലാകുന്നുണ്ടോ? നിന്നെ നാട് വിട്ട് ഓടിച്ചിട്ടല്ല, ഇവിടെ നിർത്തിക്കൊണ്ട് മാനിക്കണം. പ്രൈസ് ഗോഡ്. ആമേൻ. അല്ലെങ്കിൽ പറയാൻ പറ്റുന്നറിയാമോ, അവൻ ദുബായിൽ പോയി ഏതോ ഷെയ്ക്കിനെ കൊള്ളയടിച്ചിട്ടും വന്നാന്ന് പറയും, എന്നാലും ദൈവം സഹായിച്ചെന്ന് പറയത്തില്ല. എന്നാൽ നീ ഓരോ ദിവസവും പറയണം, എൻ്റെ ദൈവം എന്നെ സഹായിക്കും, എൻ്റെ വിഷയത്തിന് മാറ്റം വരും. എൻ്റെ ദൈവം എന്നെ സഹായിക്കും, എൻ്റെ വിഷയത്തിന് മാറ്റം വരും. ഞാൻ യഹോവയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു, ഞാൻ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. ഇവിടെ നിന്നുകൊണ്ട് എൻ്റെ ദൈവം എനിക്ക് വരുത്തുന്ന മാറ്റം മറ്റുള്ളവർ കാണും, ഞാൻ കാണും, ലോകം കാണും, എൻ്റെ ശത്രുക്കൾ കാണും, മിത്രങ്ങൾ കാണും, വീട്ടുകാർ കാണും, നാട്ടുകാർ കാണും. ഹല്ലേലൂയ. ഞാൻ പറയാം, എൻ്റെ അനുഭവം പറയാം. എന്നെ എവിടെയൊക്കെ നിന്ദിച്ചിട്ടുണ്ടോ അവിടെ തന്നെയാണ് ദൈവം മാനിച്ചേക്കുന്നത്. കർത്താവ് എന്നെ അറിയാത്തൊരു ദേശത്ത് കൊണ്ടുപോയല്ല എന്നെ മാനിച്ചിരിക്കുന്നത്. ഞാൻ ജനിച്ച് വളർന്ന ആ സ്ഥലത്ത്, ആ സാഹചര്യത്തിൽ, അങ്ങനെ എന്നെ ചെറുപ്പം തൊട്ട് അറിയാവുന്നവരുടെ മധ്യേ എന്നെ മാനിച്ചൊരു ദൈവം ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങളുമായിരിക്കുന്ന ഇതേ സാഹചര്യത്തിൽ, ഇതേ പറഞ്ഞവരുടെ മധ്യേ, ഈ നിന്ദിച്ചവരുടെ മധ്യേ, ഈ പരിഹസിച്ചവരുടെ മധ്യേ, ഈ തള്ളിക്കളഞ്ഞവരുടെ മധ്യേ എന്നെ നിന്നെ മാനിക്കുക തന്നെ ചെയ്യും. ഇത് ദൈവത്തിന്റെ നീതിയാണ്. യേശുവിന്റെ നാമത്തിൽ സ്വർഗ്ഗത്തിലെ ദൈവമേ, ഇന്ന് പകൽക്കാലം എവിടെ തകർക്കപ്പെട്ടുവോ അവിടെ പണിയണമേ.
ആമേൻ. ഈ ദൈവത്തിനും ചില വാശിയൊക്കെ ഉണ്ട്. പ്രൈസ് ഗോഡ്. അതെന്നാണെന്നറിയാമോ? നിങ്ങൾക്കറിയാമല്ലോ, സെപ്റ്റംബർ 11 അമേരിക്കയുടെ അഭിമാന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്ന കമേഴ്ഷ്യൽ ട്രേഡ് ടവേഴ്സ്, അത് രണ്ടും ഭീകരന്മാർ വിമാനം കൊണ്ടുപോയി ഇടിച്ച് തകർത്തു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അത് അമേരിക്കയുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് എടുത്തു. അമേരിക്ക എന്ത് ചെയ്തറിയാമോ? തീരുമാനമെടുത്തു, എവിടെ ടവർ തകർത്തോ ആ സ്ഥലത്ത് തന്നെ അതിനേക്കാൾ വലിയൊരു ടവർ പണിയണം. ഞാൻ എൻ്റെ പണി കണ്ടിട്ടാണ് പറയുന്നത്. അമേരിക്കയുടെ തീരുമാനം അവിടെ തന്നെ അതിനേക്കാൾ വലിയൊരു ടവർ പണിയണം. എൻ്റെ ദൈവവേദന നിന്നെക്കുറിച്ചും ദൈവത്തിൻ്റെ പ്രസ്റ്റീജ് ഇഷ്യൂവാണ്. എവിടെ തകർത്തോ അവിടെ അതിനേക്കാൾ വലുത് ഒന്ന് പണിതെടുക്കുവാൻ, എവിടെ തകർത്തോ അവിടെ അതിനേക്കാൾ വലുതൊന്ന് പകർന്നെടുക്കുവാൻ, ഇത് എൻ്റെ ദൈവത്തിൻ്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. ആമേൻ. അപ്പം ഞാൻ പറയുന്നത് പ്രവാചകൻ പറഞ്ഞ ദൈവ സ്തോത്രം, സക്കറിയ പ്രവാചകൻ പറഞ്ഞത് ഞാനൊന്ന് മാറ്റി ഇച്ചിരി ചേർത്ത് പറയാൻ പോവുക. അതിനകത്ത് പ്രവാചകൻ പറഞ്ഞു, നിങ്ങളെ തൊടുന്നവൻ അവൻ്റെ കൺമണിയെ തൊടുന്നു. പ്രൈസ് ഗോഡ്. എന്നാൽ ഞാൻ പറയട്ടെ, നിങ്ങൾ ദൈവത്തിൻ്റെ അഭിമാനമാണെങ്കിൽ, പ്രൈസ് ഗോഡ്, നിങ്ങളെ തൊടുന്നവൻ അവൻ്റെ പ്രസ്റ്റീജിനെ തൊടുന്നു. നിങ്ങൾ ദൈവത്തിനൊരു അപമാനമല്ല, ഒരു അഭിമാനമാണ്. ദൈവത്തിന് നീ ഒരു അഭിമാനമാണ്. നിന്റെ വിശുദ്ധി ഒരു അഭിമാനമാണ്. നീ വേർപെട്ടതൊരു അഭിമാനമാണ്. നീ സ്നാനപ്പെട്ടതൊരു അഭിമാനമാണ്. അനേകരുടെ മുമ്പിൽ നിന്റെ വീട്ടിൽ നിന്ന് കൂട്ടുകാരെയും നാട്ടുകാരെയും വീട്ടുകാരെയും തള്ളി നീ ഒറ്റയ്ക്ക് വിശ്വാസത്തിന് വേണ്ടി എടുത്ത സ്റ്റെപ്പ് ഒരു അഭിമാനമാണ് ദൈവത്തിന്. അങ്ങനെയാണെങ്കിൽ നിന്നെ തൊട്ടാൽ സ്വർഗം വെറുതെ ഇരിക്കുമോ? ഇല്ല. ആമേൻ. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളൊക്കെ സ്നാനപ്പെട്ട സമയത്തേക്കൊന്ന് പുറകോട്ട് പോകും, ചിന്തിക്കുക. എന്തൊക്കെ എതിർപ്പായിരുന്നല്ലേ, എവിടെ നിന്നൊക്കെ എതിർപ്പുണ്ടായിരുന്നല്ലേ? വീട്ടിൽ നിന്നുണ്ടായി, നാട്ടിൽ നിന്നുണ്ടായി, കൂട്ടുകാരുടെ നിന്നുണ്ടായി, എല്ലാവരുടെ നിന്നുണ്ടായി. നീ എന്നാ മുങ്ങാൻ പോവുകയാണോ? പെന്തിക്കോസിൽ പോവുകയാണോ? കൈകൊട്ടിപ്പാടിൻ്റെ കൂട്ടം പോവുകയാണോ? ആമേൻ. എന്തൊക്കെ അപമാനങ്ങൾ വന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ഗോഡ്. പക്ഷേ നീ അപമാനം അനുഭവിക്കുമ്പോൾ നിന്നെ ദൈവം അഭിമാനമായി കാണുന്നൊരു സമയമാണത്. പ്രൈസ് ഗോഡ്. കാരണം എന്തെന്നറിയാമോ? ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന യേശു നിലവിളിച്ചപ്പം സ്വർഗം തുറന്നില്ല. ലാസറിനെ ഉയർപ്പിച്ചപ്പോൾ സ്വർഗം തുറന്നില്ല. കടലിനെ ശാസിച്ചപ്പോൾ സ്വർഗം തുറന്നില്ല. 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചപ്പോൾ സ്വർഗം തുറന്നില്ല. എന്നാൽ യേശു സ്നാനപ്പെട്ട സമയത്ത് സ്വർഗം തുറന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഞാൻ ഇവനിൽ പ്രസാദിച്ചിരിക്കുന്നു. നീ സ്നാനപ്പെട്ട സമയത്ത് സ്വർഗം തുറന്നു. നീ സ്നാനപ്പെട്ട സമയത്ത് സ്വർഗം തുറന്നു. നീ സ്നാനപ്പെട്ട സമയത്ത് സ്വർഗം തുറന്നു. ഇല്ലേ? ഒന്ന് ആർത്തു നോക്കി. എന്തൊരു സന്തോഷമായിരുന്നു, എന്തൊരു സമാധാനമായിരുന്നു, എന്തൊരു അനുഗ്രഹമായിരുന്നു. ഹല്ലേലൂയ. ചിലരൊക്കെ പേടിച്ച സ്ഥാനപ്പെട്ട ചിലതിനെ ഞാൻ കയറ്റി വിടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. മര്യാദയ്ക്ക് പിടയ്ക്കാതിരുന്നോണെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്നാലും ഒരു സന്തോഷം ഉണ്ടായില്ലേ? നീ സ്നാനപ്പെട്ട ദിവസം ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു വലിയ സന്തോഷമുണ്ടായോ? നിന്റെ ദൈവത്തിന് നീ ഒരു അഭിമാനമായി നിന്ന ദിവസമാണ്. ആയിരങ്ങൾക്ക് വെളിപ്പെടാതിരുന്ന സത്യം നിനക്ക് വെളിപ്പെട്ടതാണ്. നിന്റെ വീട്ടിൽ ആർക്കും വെളിപ്പെടാത്തത്, നിന്റെ കൂട്ടുകാർക്ക് വെളിപ്പെടാത്തത്, നിന്റെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വെളിപ്പെടാത്തത് ദൈവത്തിലെ നിനക്ക് മാത്രം വെളിപ്പെട്ട് കിട്ടിയ ഒരു സമയമാണത്. അങ്ങനെ സ്നാനപ്പെട്ട വേർപെട്ട ദൈവത്തെ ആരാധിക്കുന്ന നിന്നെ തൊട്ടാൽ ദൈവം എന്തും കണക്കാക്കുമെന്നറിയാമോ? എൻ്റെ പ്രസ്റ്റീജ് ഇഷ്യൂ. ഇതെൻ്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. എന്ത് കാരണം കൊണ്ടായാലും വേണ്ടുകയില്ല. പ്രൈസ് ഗോഡ്. റഡാറിൻ്റെ കുഴപ്പമോ മിലിറ്ററിയുടെ കുഴപ്പമോ എയർഫോഴ്സിൻ്റെ കുഴപ്പമോ ഒക്കെ വേണമെങ്കിൽ പറയാമായിരിക്കാം. ആ വിമാനം വന്നത് തിരിച്ചറിഞ്ഞില്ലെന്നോ അത് മനസ്സിലാക്കിയില്ലെന്നോ തക്ക സമയത്ത് ആക്ഷൻ എടുത്തില്ലെന്നോ ആരെങ്കിലുമൊക്കെ പറയുമായിരിക്കാം. പക്ഷേ ഒരു കാര്യം, ഏതായാലും ടവർ വീണു, സീസ്റ്റർ വീണു. ഇനി പ്രൈസ് ഗോഡ് ഏതായാലും നാണം കെട്ടിരിക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല. ഇതിനേക്കാൾ വലുത് ഞാൻ പണിയും. പ്രൈസ് ഗോഡ്. ഇത് ആരാ പറയുന്നറിയാമോ? അമേരിക്കൻ ഗവൺമെൻറ് അല്ല, ഒബാമയല്ല പറയുന്നത്. അമേരിക്കൻ ഗവൺമെൻറ്റിനേക്കാളും ഒബാമയെക്കാളും അധികാരമുള്ള സ്വർഗത്തിലെ ദൈവം പറയുന്നു, നീ വീണുപോയാലും ഞാൻ നിന്നെ പണിയും.
ആമേൻ. ഞാൻ നിങ്ങൾക്ക് മറ്റാർക്കും അറിയാത്തൊരു സീക്രട്ട് പറഞ്ഞുതരാം. പ്രൈസ് ഗോഡ്. വിശ്വാസിക്ക് മാത്രമുള്ളൊരു പദവിയാണ്. പ്രൈസ് ഗോഡ്. സാധാരണക്കാരന് ഒരെണ്ണം പോയാൽ ഒരെണ്ണം തിരിച്ചു കിട്ടും. പക്ഷേ വിശ്വാസിക്ക് ഒരെണ്ണം പോയാൽ രണ്ടെണ്ണം തിരിച്ചു കിട്ടും. യോബിൻ്റെ പുസ്തകത്തിൽ പറയുന്നവന് നഷ്ടപ്പെട്ടതൊക്കെ ഇരട്ടി കിട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വാസികളായിരിക്കുന്നിടത്തോളം കാലം നമുക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ ബെറ്ററായിരിക്കും തിരിച്ചു കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇപ്പം ഉള്ള പ്രശ്നത്തെക്കാൾ വലിയ ഒന്ന്, ഇപ്പോഴുള്ള നഷ്ടത്തെക്കാൾ മെച്ചമായ ഒന്ന്, തുച്ഛമായ ഒന്ന്, അനുഗ്രഹിക്കപ്പെട്ട ഒന്ന് ഒരുക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് പകൽ ദൈവസ്ഥലിൽ ഇരിക്കുന്നുവെങ്കിൽ നിന്നെ അനുഗ്രഹിക്കാൻ കഴിവുള്ള ദൈവം നിന്നെ മാനിച്ചിരിക്കും. ആമേൻ. ഞാനിത് പറയുമ്പം ജോലിയിലിരുന്നവർക്ക് പറയാൻ സാധിക്കും, മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ച സ്ഥാനത്ത് കുറച്ച് നാൾ താണിരിക്കേണ്ടി വന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ദൈവം ഒറ്റ പൊക്കി എല്ലാത്തിൻ്റെ മേളിൽ കയറ്റി. അങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ സ്വോത്രം പറ. ഇല്ലേ? ബിസിനസ്സിൽ അതുപോലെ തന്നെ കുറച്ച് ദിവസം താന്നിരിക്കേണ്ടി വന്നു. പക്ഷേ ഇത് കഴിഞ്ഞപ്പോൾ ദൈവം ഒറ്റ പൊക്കി. ആമേൻ. മറ്റേ മേളിൽ പോയി, പഴയതിൻ്റെ മേളിൽ പോയി. ഇന്ന് എത്ര പേർക്ക് പറയാൻ സാധിക്കും ഇതുപോലെ എന്നെ സഹായിക്കുന്നൊരു ദൈവമുണ്ട്? നഷ്ടപ്പെട്ടതിനേക്കാൾ നല്ലത്, നഷ്ടപ്പെട്ടതിനേക്കാൾ നല്ലത്, വിട്ടുപോയതിനേക്കാൾ നല്ലത്, കൈവിട്ടു പോയതിനേക്കാൾ നല്ലത് നിനക്ക് ഒരുക്കിയിട്ടാണ് നിന്റെ നഷ്ടപ്പാട്. ഇത് മനസ്സിലാക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പം നാശകരമായ കുഴിയിൽ നിന്ന് കുഴഞ്ഞ ചേറ്റിൽ തന്നെ കയറ്റി. അടുത്തത്, എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി. ആമേൻ. എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി. ഇന്ന് വരെ നിന്നത് കുഴഞ്ഞ ചേറ്റിലാണെങ്കിൽ, നാശകരമായ കുഴിയിലാണെങ്കിൽ, നിന്റെ ദൈവം നിന്നെ കരം നീട്ടി തൊട്ട് കഴിയുമ്പോൾ, ഇന്ന് ചിലരെ സ്പർശിച്ച് കഴിയുമ്പോൾ അവിടുന്ന് പൊക്കിയെടുത്ത് ഒരു പാറമേൽ നിർത്തിയിരിക്കുന്നത് പോലെ മാറ്റം കണ്ണുകൊണ്ട് കാണത്തക്കവണ്ണം, നിനക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും കാണത്തക്കവണ്ണം ചിലത് നടക്കുന്ന ഒരു ആരാധനയാണിത്. അടുത്തത്, എന്റെ ഗമനത്തെ സ്ഥിരമാക്കി. എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. ഹല്ലേലൂയ. ഗമനത്തെ സ്ഥിരമാക്കി എന്ന് പറയുമ്പോൾ ഈ കഴിഞ്ഞ കാലങ്ങളിലുള്ള വിഷയം കൂടെ ആലോചിക്കണം. കഴിഞ്ഞ കാലങ്ങൾ എങ്ങനെയാണെന്നറിയാമോ? ഇങ്ങനെ കുറേ മുമ്പോട്ട് പോകും, പിന്നെയും പുറകോട്ട് വരും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പിന്നെയും മുമ്പോട്ട് പോകും, പിന്നെയും പുറകോട്ട് വരും. എന്നാൽ നിൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി എന്ന് പറയുമ്പോൾ ദൈവത്തിന് സ്തോത്രം. ഏതായാലും പുറകോട്ടല്ല, മുമ്പോട്ടായിരിക്കും. അല്ലേ? ദൈവം ചെയ്യുമ്പോൾ പുറകോട്ടല്ലല്ലോ, മുമ്പോട്ടല്ലേ? അത് സ്ഥിരമാക്കി എന്ന് പറയുമ്പോൾ ഇനി ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞ് ഓരോ സ്റ്റെപ്പ് എടുത്ത് നീ മുമ്പോട്ട് പോകാനുള്ളൊരു പരിപാടി ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. അത് ഏറ്റെടുക്കാൻ മനസ്സുണ്ടെങ്കിൽ ഇന്ന് തൊട്ട് നീ സ്റ്റെപ്പ് എടുത്ത് മുമ്പോട്ട് പോകാനായിട്ട് ദൈവം നിന്നെ സഹായിക്കാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, അവനെ ആരാധിക്കാൻ എത്ര പേർക്ക് സാധിക്കുമോ അത്രയും പേരെ സഹായിക്കാൻ അവൻ്റെ പക്കൽ ധാരാളം വിമോചനങ്ങളുണ്ട്. അവൻ്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുണ്ട്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. അപ്പം നീ പുറകോട്ട് പോകുന്ന പരിപാടിയല്ല, നേരെ മുമ്പോട്ട്. അടുത്ത വാക്യം, അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. എന്നിട്ട് ഏഴാമത് എന്ത് ചെയ്തു? പുതിയ ഒരു പാട്ടും തന്നു. ഇനി നീ സ്ഥിരമായിട്ട് അങ്ങ് ആരാധിച്ചോളാൻ. ഹല്ലേലൂയ. പക്ഷേ 12-ാം വാക്യം ഒന്നുകൂടെ വായിച്ച്, ഈ പദവി എങ്ങനെ മാറ്റം വന്നു? വായിക്കാം. സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു. ഇപ്പൊ സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു. മേൽപോട്ട് നോക്കുവാൻ കഴിയാതെ വണ്ണം എന്റെ അകൃത്യങ്ങൾ എന്നെ എത്തിപ്പിടിച്ചിരിക്കുന്നു. എൻ്റെ അകൃത്യങ്ങൾ. അടുത്തത്, അവ എൻ്റെ തലയിലെ രോമങ്ങളിലും അധികം. അവ എവിടെ പ്രശ്നം എന്നറിയാമോ? കുറെ അകൃത്യങ്ങൾ. ചില വിഷയങ്ങളിലൊക്കെ പാളിച്ച പറ്റിപ്പോയി, ചില വിഷയങ്ങളിലൊക്കെ വീഴ്ച പറ്റിപ്പോയി. പ്രൈസ് ഗോഡ്. ഇതാണ് എൻ്റെ ധൈര്യം കെടുത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, പ്രൈസ് ഗോഡ്, ഇന്ന് ദൈവസന്നിധിയിൽ ചില വിഷയങ്ങൾക്ക് ക്ഷമ ലഭിക്കണം. ദയ ലഭിച്ചവരും ക്ഷമ ലഭിച്ചവരും ദൈവത്തെ ആരാധിക്കണം. കയ്യിൽ വന്ന തെറ്റുകൾ, ദൈവത്തിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ദൈവമായ വിഷയത്തിൽ എറർ ഈസ് ഹ്യൂമൻ, ഫൊർഗെറ്റ് ആൻഡ് ഫൊർഗിവ് ഈസ് ഡിവൈൻ. പ്രൈസ് ഗോഡ്. തെറ്റ് മാനുഷികമാണ്, പക്ഷെ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ അത് ദൈവികമാണ്. മറക്കുകയും ക്ഷമിക്കുകയും ചെയ്യുക ദൈവികമാണ്. അപ്പം അതുകൊണ്ട് യഹോവേ, മനുഷ്യൻ്റെ അകൃത്യങ്ങൾ നീ ഓർമ്മ വച്ചാൽ
ആർ നിൻ്റെ മുമ്പിൽ നിൽക്കും. അതുകൊണ്ട് കർത്താവേ, എൻ്റെ അകൃത്യങ്ങൾ എന്നോട് ക്ഷമിക്കണമേ. ഇന്ന് പകൽ നമ്മുടെ മുമ്പിൽ തടസ്സമായി നിൽക്കുന്ന എല്ലാ അകൃത്യങ്ങളും ദൈവസന്നിധിയിൽ ക്ഷമിക്കണമേ, ക്ഷമിക്കണമേ, ക്ഷമിക്കണമേ എന്ന് ഏറ്റുപറയുവാൻ നമ്മൾ ദൈവത്തിന് സ്തോത്രം ഇന്ന് തയ്യാറാകുന്നെങ്കിൽ ഈ 7 അനുഭവങ്ങൾ ദൈവം നമ്മൾ തരും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടത് എന്താണെന്നറിയാമോ? ആമേൻ. 6-ാം വാക്യം 7-ാം വാക്യം. ഹനനയാഗവും ഭോജനയാഗവും നീ ഇച്ഛിച്ചില്ല, നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു. ഹോമയാഗവും പാപയാഗവും നീ ചോദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. അടുത്ത വാക്യം. എൻ്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. എൻ്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. പലപ്പോഴും നമ്മുടെ ഇഷ്ടം നടന്നാലേ നമുക്ക് സന്തോഷം. അതങ്ങോട്ട് മാറിയിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടം അത് നടക്കണം. ആമേൻ. ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു. എന്നൂടെ വായിച്ച്. എൻ്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ. അല്ല, അതിൻ്റെ മേളിൽ 6 തൊട്ടോ. ഹനനയാഗവും ഭോജനയാഗവും നീ ഇച്ഛിച്ചില്ല. ഹനനയാഗം ദൈവം ഇച്ഛിച്ചില്ല, ഭോജനയാഗം നീ ഇച്ഛിച്ചില്ല. നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു. ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു. ഹോമയാഗവും പാപയാഗവും ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു പറയുമ്പോൾ ന്യായപ്രമാണ പ്രകാരം ഒരടിമ അവൻ്റെ യജമാനനെ വിട്ടുപോകാൻ അവസരം വരുമ്പോൾ, അവന് യോവേൽ സംവത്സരത്തിൽ സ്വാതന്ത്ര്യം കിട്ടാനുള്ള അവസരം വരുമ്പം യജമാനൻ പറയും, നിനക്ക് പോകാം, ഫ്രീ ആയിട്ട് പോകാം. പക്ഷെ പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ ഞാൻ നിന്നെ വിട്ടു പോകത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിന്നോട് കൂടെ ഞാൻ ആജീവനാന്തം ജീവിക്കും. കഴിഞ്ഞ നാളുകളിൽ എനിക്ക് സന്തോഷവും സമാധാനവും ഇവിടെ ഉണ്ടായിരുന്നു, എനിക്ക് ഐശ്വര്യം ഉണ്ടായിരുന്നു, എനിക്ക് അനുഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് യജമാനനെ, ഞാൻ നിന്നെ വിട്ട് എങ്ങും പോവുകയില്ല എന്ന് പറഞ്ഞാൽ യജമാനൻ എന്ത് ചെയ്യണമെന്നറിയാമോ? അവനെ കൊണ്ട് ഈ വാതിലിൻ്റെ കട്ടിളപ്പടിയോട് ചേർത്ത് നിർത്തിയിട്ട് അവൻ്റെ കാതിനൊരു തുളയിടും. ആ തുളയിട്ട് കഴിഞ്ഞാൽ ആ ജീവനാന്തം ഇവനെ പിന്നെ വേറെ ഒരാളും മേടിക്കത്തില്ല. ഇവൻ ഒരാളുടെ അടിമയാണ്. ആര് ചെവി തുളച്ചോ അവൻ അടിമയാണ്. ദാവീദ് പറഞ്ഞു, യഹോവേ, നീ എൻ്റെ ചെവികളെ നിനക്ക് തുളച്ചിരിക്കുന്നു. ഒരു സമർപ്പണം, ഒരു പൂർണ്ണ സമർപ്പണം. കഴിഞ്ഞ നാളുകളിൽ ജീവിതത്തിൽ വന്ന സമർപ്പണത്തിൻ്റെ കുറവാണ് ദൈവമക്കളെ നമ്മളെ കഷ്ടത്തിലേക്ക് തള്ളിവിട്ടത്. ഇയ്യോബിൻ്റെ കഷ്ടം പോലെയാണെന്ന് വിചാരിക്കല്ലേ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് വന്ന വീഴ്ചകളാണ് നമ്മളുടെ സംസാരത്തിൽ വന്നത്, പെരുമാറ്റത്തിൽ വന്നത്, ഇടപാടുകളിൽ വന്നത്, കൊടുക്കൽ വാങ്ങലുകളിൽ വന്നത്, പ്രവൃത്തികളിൽ വന്നത്, ഈവൻ ചിന്തയിൽ വരെ വന്നത്. മനുഷ്യൻ പുറമേയുള്ളത് നോക്കുന്നു, ദൈവമോ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു. ദൈവം പലപ്പോഴും എൻ്റെയും നിൻ്റെയും അകത്തുള്ള വിചാരങ്ങളെ കണ്ടിട്ട് ദുഃഖിച്ചിട്ടില്ലേ? നമ്മൾ പലപ്പോഴും സ്ട്രെയിറ്റായിട്ട് സംസാരിക്കുന്ന പോലുമില്ല. നമ്മൾ പറയുന്നത് ഒരു കാര്യം, ചെയ്യുന്നത് മറ്റൊരു കാര്യം. ഒരാളോട് പറയുന്ന കാരണമല്ല അതേ വിഷയത്തിൽ വേറൊരാളോട് പറയുന്ന കാരണം. പ്രൈസ് ഗോഡ്. നമ്മുടെ യഥാർത്ഥ കാരണം നമ്മൾ മനസ്സിൽ വച്ചിട്ട് എക്സ്ക്യൂസ് പറഞ്ഞാൽ നമ്മൾ ട്രാൻസ്പെറൻ്റ് അല്ല. ദൈവമോ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു. നമുക്ക് മനുഷ്യരെ പറ്റിക്കാം, നുണ പറഞ്ഞ് പറ്റിക്കാം, കപടഭാവം കൊണ്ട് പറ്റിക്കാം, ഞാൻ സ്നേഹിക്കുന്നു എന്ന് വാഗൊണ്ട് പറഞ്ഞിട്ട് സ്നേഹിക്കാതിരിക്കാം. ഹൃദയത്തിൽ വെടിപ്പ് ഇല്ലാത്ത ഹൃദയവും, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ദോഷമുള്ള ഹൃദയവും, വൈരാഗ്യമുള്ള ഹൃദയവും, വാശിയുള്ള ഹൃദയവും, ഇതെല്ലാം മറ്റുള്ളവർക്ക് കാണാൻ കഴിയാതെ കൊണ്ട്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഉണ്ടാകാം. എന്നാൽ ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ സകലതും ഓപ്പണായി കിടക്കുകയാണ്. പ്രൈസ് ഗോഡ്. നിനക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് വേണമെങ്കിൽ ചെന്ന് പ്രൈസലോട് കൊടുക്കാം, ആ ആളറിയത്തില്ല. നിനക്ക് ഇഷ്ടമില്ലാത്ത ഒരാളോട് ഇഷ്ടമില്ലാത്ത ഒരാളോട് സ്നേഹം അഭിനയിക്കാം, എന്നിട്ട് അപ്പുറത്തോട്ട് പോയിട്ട് ആളെക്കുറിച്ച് കുറ്റം പറയാം. ആരും അറിയുന്നില്ലെന്ന് വിചാരിക്കും, സ്വർഗം അറിയുന്നു. നിൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ ഒന്ന് പരിശോധിക്കാം ദൈവമക്കളെ. സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു. ഞാനൊരു കാര്യം പറയാം, എപ്പോഴും പറയാറുള്ളതാണ്.
ദൈവത്തിൻ്റെ കൽപ്പനകളുടെ ലംഘനമല്ല പ്രൈസ് ഗോഡ് ഇസ്രായേൽ മക്കളിൽ, വിശ്വാസികളിൽ ദൈവകോപം വരുത്തിയത്. 10 കൽപ്പന ലംഘിച്ചിട്ടല്ല, പക്ഷേ നിൻ്റെ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്നൊരു രാജകീയ പ്രമാണമുണ്ട്. ആ പ്രമാണം സ്വന്തം ലാഭത്തിന് വേണ്ടി പ്രൈസ് ഗോഡ് തിരിച്ചുപയോഗിച്ചാൽ നിൻ്റെ പദവിക്കും നിൻ്റെ സ്ഥാനത്തിനും നിൻ്റെ മാനത്തിനും നിൻ്റെ ലാഭത്തിനും വേണ്ടി വേറൊരാളെ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ കുറ്റം പറഞ്ഞാൽ, ഇല്ലാത്തത് പറഞ്ഞാൽ സ്വർഗം പൊറുക്കത്തില്ല. വിമർശനം. ഞാനൊരു കാര്യം പറയാം. ദൈവം ഏറ്റവും വെറുക്കുന്നത് ഒരു മനുഷ്യനെ തേജോവധം ചെയ്യുന്നതാണ്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ പ്രൈസ് ഗോഡ്. ഇന്ന് പകല് ഒരു യഥാർത്ഥ മാനസാന്തരം ഉണ്ടാകണം. എൻ്റെ ദൈവമേ, ഞാൻ ആരെക്കുറിച്ചും പറയത്തില്ല. ഞാൻ നിങ്ങളുടെ കാല് പിടിച്ചൊരു കാര്യം പറയാം. നീയും വേറൊരാളുമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ, പ്രശ്നമുണ്ടെങ്കിൽ, അവനല്ലാതെ മൂന്നാമതൊരു വ്യക്തിയോട് ആ വിഷയം പറഞ്ഞ് നാറ്റിക്കല്ലേ. ദൈവം പൊറുക്കുകയില്ല. ദൈവം പൊറുക്കുകയില്ല. വചനം വ്യക്തമായി പറയുന്നു, അവൻ വീണാലും നിന്നാലും നിനക്കെന്നാ, നിൻ്റെ ദാസനല്ലല്ലോ, എൻ്റെ ദാസനാ. മിരിയാമിന് കുഷ്ഠരോഗം വന്നത് കാരണം എന്നെ നമ്മൾ വായിച്ചിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. അഹരോന് ബുദ്ധിമുട്ടുണ്ടായത്, ഇസ്രായേൽ പാളയം പുറപ്പെടാതിരുന്നത് വിമർശനം കൊണ്ടായിരുന്നു. നമുക്ക് ആ ഒരു 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 സ്വഭാവം ഉണ്ടാകരുത്. ഒരു ട്രാൻസ്പെറൻ്റായിട്ടുള്ളത്. നമ്മളൊരാളെ കണ്ട് ചിരിച്ചിട്ടുണ്ടെങ്കിൽ ആ ആൾ നമ്മുടെ മിത്രമാണ്. ആ ആളെൻ്റെ മിത്രമാണ്. പക്ഷെ ഒരു ദ്രോഹവും ചെയ്യാത്തവനെതിരായി പോലും ശത്രു പ്രവർത്തിക്കുന്നത് പോലെ, പിശാചിൻ്റെ പ്രവർത്തനം പോലെ നമുക്കുണ്ടാകരുത് ദൈവമക്കളെ. പ്രൈസ് ഗോഡ്. സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു. ഈ അനർത്ഥങ്ങളല്ല വിഷയം, അകൃത്യങ്ങളുടെ ഫലമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ 7 വിധ പ്രൊട്ടക്ഷനും 7 വിധ അനുഭവങ്ങളും നമുക്കുണ്ട്. അത് നഷ്ടപ്പെടാനിടയാകരുത്. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം. ഒന്ന് ശോധന ചെയ്താട്ട്. വാശിയും വൈരാഗ്യവും വിദ്വേഷവും എല്ലാം ഇന്ന് വിട്ടുകളയുവാൻ. രക്തം ചെയ്യും. എൻ്റെ ഇഷ്ടം അല്ല, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. എൻ്റെ ഇഷ്ടം പോട്ടെ, എൻ്റെ ഇഷ്ടം പോട്ടെ. ദൈവത്തോട് പറ, കർത്താവേ, നിൻ്റെ ഇഷ്ടം, നിൻ്റെ ഇഷ്ടം. പ്രൈസ് ഗോഡ്. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാകണേ. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാകണേ. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമാ. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള ഹിതമെന്തെന്നു ഞാൻ അറിയുന്നു. നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള ഹിതമെന്തെന്നു ഞാൻ അറിയുവാൻ എൻ മനം
പുതുക്കി മാറിടുന്നേ നിത്യം, എൻ മനം പുതുക്കി മാറിടുന്നേ നിത്യം. നിത്യമാണെനിക്ക് ലോകലാവണ്യം, നിത്യമാണെനിക്കു ലോകലാവണ്യം. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദവാൻ. ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ഞാനവനുള്ള കൈയിരിക്കയാ, ആരുമില്ലേക്കു ദോഷം ചെയ്യുവാൻ. ഞാനവനുള്ള കൈയിരിക്കയാ, ആരുമില്ലേക്കു ദോഷം ചെയ്യുവാൻ. ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം, ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം ഉചിതമാണെന്നു ഞാനറിയുന്നു, ഉചിതമാണെന്നു ഞാനറിയുന്നു. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദവാൻ. ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാൻ മനസ്സിലൊരു മാത്രം ഒന്ന് കരമുയർത്തിയാട്ടെ. ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി. എൻ്റെ ഇഷ്ടം വേണ്ട കർത്താവേ, എൻ്റെ ഇഷ്ടം വേണ്ട, നിൻ്റെ ഹിതം മാത്രം മതി. ഞാൻ പറയുന്ന പ്രാർത്ഥന നിങ്ങൾ എന്നോട് കൂടെ ഉറക്കെ ചൊല്ലട്ടെ. കർത്താവായിരിക്കുന്ന യേശുവേ, ഇന്ന് നിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി എന്നെ ഏൽപ്പിക്കുന്നു. ഇന്ന് മുതൽ എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം എന്നിൽ നിറവേറണമേ. ഞാൻ അതിനുവേണ്ടി എന്നെ സമർപ്പിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. 1-2 അറിയിപ്പുകളുണ്ട്.